സഹോദരങ്ങളെ, ഇന്ന് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലെ ആശയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് സമൂഹത്തിന് എത്രമാത്രം പ്രയോജനപ്രദമാണ് എന്ന് ഗ്രഹിക്കാനും കഴിയുന്നത്ര നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാനും വേണ്ടിയാണ്. സൂറത്തു സാഫാത്തിലെ ഏതാനും വചനങ്ങളാണ് ഞാൻ നിങ്ങളെ ഓതി കൽപ്പിച്ചത്. വിശുദ്ധ ഖുർആനിനെ ഇന്നത്തെ രൂപത്തിൽ ഖുർആനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പുസ്തകം കൂട്ടിവെക്കുക നല്ലതെന്ന്. കാരണം ഈ പുസ്തകം ലോകത്തിന് ശാപമായിട്ട് മാറുകയുള്ളൂ. മനുഷ്യരാശിക്ക് ശാപമായിട്ടല്ലാതെ ഇന്നത്തെ ഖുർആൻ വ്യാഖ്യാനങ്ങൾ കൊണ്ട് മനുഷ്യ സമൂഹത്തിന്, മനുഷ്യരാശിക്ക് ഒരു പ്രയോജനവും ഇതിൽ നിന്ന് ഇന്നത്തെ വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ നമുക്ക് കിട്ടുകയില്ല. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ടല്ലോ, ഏതാനും ചില ആചാരാനുഷ്ഠാനങ്ങൾ, കുറച്ച് കെട്ടുകഥകൾ, കുറച്ച് ഐതിഹ്യങ്ങൾ, കുറച്ച് മിത്തുകൾ, പിന്നെ പുരുഷ മേധാവിത്വത്തിനുള്ള കുറച്ച് നിയമങ്ങളും, ഇതൊക്കെയാണ് ഇന്നത്തെ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം മകനെ അറുക്കാൻ കൊണ്ടുപോയതും അറുക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് എന്നാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ആയത്തുകളൊന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. സത്യത്തിൽ അള്ളാഹു ഒരിക്കലും ഒരു നീചമായ, നികൃഷ്ടമായ കാര്യം ഒരിക്കലും കൽപ്പിക്കുകയില്ല. ഇത് ഇപ്പൊ മനുഷ്യവധം എന്നുള്ളത് ക്രിമിനൽ കുറ്റമായി കാണാത്ത ഒരു ജനസമൂഹവും ഇന്ന് ലോകത്തില്ല. മനുഷ്യരെ കൊല്ലുക എന്നുള്ളത് ഒരു ക്രിമിനൽ കുറ്റമായിട്ടാണ് ഏത് രാജ്യത്തെ നിയമസംഹിതകളും അനുശാസിക്കുന്നത്, പറയുന്നത്. അപ്പൊ അത്രയും നീചമായ, നികൃഷ്ടമായ ഒരു ക്രിമിനൽ കുറ്റം അള്ളാഹു ചെയ്യാൻ കൽപ്പിച്ചു എന്ന് പറയുന്നത് തന്നെ വിശ്വസിക്കാൻ കഴിയില്ല, അംഗീകരിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യഅ്മുറു, അള്ളാഹു ഒരിക്കലും കൽപ്പിക്കുകയില്ല, ബിസ്സൂഇ, തിന്മകൾ കൽപ്പിക്കുകയില്ല. മനുഷ്യവധത്തോളം വലിയ തിന്മ വേറെന്താ ഉള്ളത്? അതും ഇവര് പറയുന്ന പൈതലാന്നാ പറയണത്. പിച്ച വെച്ച് നടക്കാൻ പ്രായമായ പൈതലിനെയാണെന്നാണ് ഇപ്പോൾ പല വ്യാഖ്യാതാക്കളും പറയുന്നത്. പക്ഷെ ഞാൻ ഈ വിഷയവുമായി പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു തഫ്സീറിൽ മാത്രം എഴുതിയിട്ടുണ്ട്, പരിശ്രമിക്കാനും അധ്വാനിക്കാനും ആ മകൻ ആയപ്പോൾ എന്ന് എഴുതിയിട്ടുണ്ട്. കോയക്കുട്ടിയുടെ പരിഭാഷയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ബാക്കി എത്ര പരിഭാഷകൾ അങ്ങനെ എഴുതിക്കണമെന്ന് എനിക്കറിയില്ല. ഒരു 5-6 പരിഭാഷകളിൽ പരിശോധിച്ചതിൽ മകൻ അദ്ദേഹത്തിന്റെ കൂടെ നടക്കാനായപ്പോൾ സഅയ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, പരിശ്രമിക്കാൻ. അതിന് ഞാൻ ആയത്ത് വിശദീകരിക്കുമ്പോ പറയാം. അപ്പൊ ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ദൈവിക നിയമത്തിൽ സൂഉം ഫഹ്ശാഉം, സൂ എന്ന് പറഞ്ഞ തിന്മകൾ, ഫഹ്ശാ എന്ന് പറഞ്ഞ ആന്റി ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ. ഇന്ന് പിന്നെ ഫഹ്ശായിന് ഇന്ന് പറയുന്ന അർത്ഥം നിങ്ങൾക്കറിയാം. ഇന്ന് ഫഹ്ശായിന് പറയുന്ന അർത്ഥം സ്ത്രീ-പുരുഷ തെറ്റായ സ്ത്രീ-പുരുഷ ബന്ധത്തെ കുറിച്ചാണ് ഇന്ന് ഫഹ്ശ എന്ന് പറയുന്നത്. പക്ഷെ ഖുർആൻ ഉദ്ദേശിക്കുന്ന ഫഹ്ശ എന്ന് പറഞ്ഞാൽ ഫാഹിഷത്ത് എന്നുള്ളതിന്റെ അർത്ഥം ഇസ്ലാമികമായ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഫഹ്ശ. പ്രത്യേകിച്ച് ശിർക്ക്, ദൈവികമായ ആശയത്തിൽ മറ്റൊന്ന് പങ്കുചേർക്കുക എന്ന ശിർക്കാണ് ഒന്നാമത്തെ ഫാഹിഷത്ത്. അവിടെ നിന്നിട്ട് ഇസ്ലാമികമായ വിരുദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഫാഹിഷത്താണ്. അല്ലാതെ വഴിവിട്ട സ്ത്രീ-പുരുഷ ബന്ധത്തെ കുറിച്ചല്ല. ഇന്ന് അങ്ങനെയാണ് അർത്ഥം പറയുന്നത്, ഇന്നത്തെ പരിഭാഷകൾ പരിശോധിച്ച് നോക്കിയാൽ. അത് നമ്മൾ മുമ്പത്തെ എന്റെ നിരവധി ക്ലാസ്സുകളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീ-പുരുഷ ബന്ധത്തെക്കുറിച്ച് ഖുർആൻ ഒന്നും സംസാരിക്കുന്നില്ല. അത് പ്രകൃതി നിയമമാണത്. അത് പ്രകൃതിക്കനുസരിച്ച് ആളുകൾ ചെയ്യേണ്ട കാര്യമാണ്. അത് ഖുർആൻ സംസാരിക്കേണ്ട കാര്യമല്ല.
ഡ്രസ് കോഡിനെ കുറിച്ചൊക്കെ ഇനി ശേഷം ഞാൻ സംസാരിക്കുന്നുണ്ട്, അപ്പൊ പറയും. ഇപ്പൊ ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പൊ സൂഹ് എന്ന് പറയുന്നത്, ഫഹ്ശ എന്ന് പറയുന്നതും തിന്മകളും ശിർക്ക് പോലെയുള്ള ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളും അള്ളാഹു ഒരിക്കലും കൽപ്പിക്കുകയില്ല. അപ്പൊ മനുഷ്യവധം എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. അതൊരിക്കലും അള്ളാഹു കൽപ്പിക്കുകയില്ല, ചെയ്യാൻ കൽപ്പിക്കുകയില്ല. ഇത് അള്ളാഹുവിന്റെ അമ്രാണെന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയാം. ഇത് ദൈവത്തിന്റെ അമ്രാണ്. പിതാവേ, ദൈവത്തിന്റെ കൽപ്പന എന്താണോ അത് താങ്കൾ ചെയ്യുവാനാ. അപ്പൊ ഇത് ദൈവത്തിന്റെ അമ്രാണ്, കൽപ്പനയാണ്. ഫഫൽ മാ തുഅ്മറൂനാണ്. ഞാനൊരു ക്ലാസ് പോലെ തന്നെ അത് എടുക്കണം. ഒരു വലിയൊരു അടിപൊളി പ്രസംഗമൊന്നും എനിക്ക് ഒന്നാമത് കഴിയില്ല. എന്റെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എടുക്കണത്. അപ്പോ ഫഫൽ മാ തുഅ്മറു. അപ്പൊ തുഅ്മറു എന്ന് പറയുന്നത് അമറ യഅ്മറു, അതിന്റെ കർത്താവില്ലാത്ത ക്രിയയാണ് തുഅ്മറു എന്ന്, കൽപ്പിക്കപ്പെടുക, കർത്താവില്ല. അപ്പൊ താങ്കളോട് കൽപ്പിക്കപ്പെടുന്നത് എന്തോ അത് ചെയ്യുക. അപ്പൊ ഇതൊരു കൽപ്പനയാണെന്ന് ഉറപ്പാണ്. അപ്പൊ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നത് ഇന്നല്ലാഹ ലാ യഅ്മുറു, അള്ളാഹു കൽപ്പിക്കുകയില്ല. സൂവും ഫഹ്ശാവും അള്ളാഹു കൽപ്പിക്കൂല. പിന്നെ അത് ആരാ കൽപ്പിക്കാന്ന് ഖുർആൻ പറയണ്ടേ? പിശാചാണ് നിങ്ങളോടത് കൽപ്പിക്കുക. ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശായി, തീർച്ചയായും പിശാചാണ് നിങ്ങളോട് സൂവും ഫഹ്ശാവും കൽപ്പിക്കുക. അപ്പൊ ഈ രണ്ട് പദങ്ങൾ നിങ്ങൾ പ്രത്യേകം പഠിക്കണം. സൂഗ് എന്ന് പറഞ്ഞാൽ തിന്മകൾ, അതാണ് സൂഗ്. അതിൽ നിന്നാണ് ഈ സൗഅത്തൊക്കെ ഉണ്ടായത്. നഗ്നത മറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പേര് പറയണ്ടല്ലോ, ആദമിന്റെ ചരിത്രം പറയുന്നിടത്ത്. എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് ശരിക്കും സൂഗ് സൗഅത്ത് എന്ന് പറഞ്ഞാൽ തിന്മകളാണ്, നഗ്നതയല്ല, തിന്മകളാണ്. അപ്പോ സമൂഹം വെറുക്കുന്ന അള്ളാഹു കൽപ്പിച്ച തിന്മകളും ഷിർക്ക് പോലെയുള്ള ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായ കാര്യങ്ങളും ഒരിക്കലും അള്ളാഹു കൽപ്പിക്കൂല. എന്ന് പറഞ്ഞാൽ മനുഷ്യവധം, പ്രത്യേകിച്ച് ഇവരുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞ പിഞ്ചു പൈതലിനെ അറുക്കുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹു കൽപ്പിക്കൂല. ഏത് ടെസ്റ്റിനാണെങ്കിലും ഏത് പരീക്ഷണത്തിനാണെങ്കിലും. വലാ തത്തബിയോ ഖുതുവാത്തി ശൈത്താൻ, പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുതെന്ന് ഖുർആൻ പറഞ്ഞു. കാരണം എന്തുകൊണ്ട് എന്ന് പിന്നെ പറയുന്നുണ്ട് സൂറത്തു അൽ ബഖറയിൽ. എന്തുകൊണ്ട് നിങ്ങൾ പിശാചിന്റെ കാലടികളെ പിന്തുടരരുത് എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശായി, അവൻ നിങ്ങളോട് സൂഉം ഫഹ്ശായെ കൽപ്പിക്കുള്ളൂ. പിന്നെ ഖുർആനിലെ സൂറത്തു അൻആമിൽ പറയുന്നത് ദുയ്യിന ലില്ലദീന കഫറു, ദൈവത്തിന്റെ വചനങ്ങളെ തള്ളിക്കളയുന്ന നിഷേധികളായ ആളുകൾക്ക് അലങ്കാരമായി കാണിച്ചു കൊടുത്തു. എന്ത് കാണിച്ചു കൊടുത്തു? ഖത്ല ഔലാദിഹിം, അവരുടെ സന്തതികളെ കൊല്ലുക എന്നുള്ളത്. അപ്പൊ അതും അവിടെയും പൈശാചിക പ്രവൃത്തിയാണെന്നാ പറയുന്നത്. സുയ്യിന ലില്ലദീന കഫറു, നിഷേധികൾക്ക് അലങ്കാരമാക്കപ്പെട്ടു, നല്ല കാര്യമാക്കപ്പെട്ടു, കാണിച്ചു കൊടുക്കപ്പെട്ടു. എന്ത്? ഖത്ല ഔലാദിഹിം, അവരുടെ സന്തതികളെ കൊല്ലുക എന്നുള്ളത്. അപ്പൊ മനുഷ്യവധം എന്ന് പറയുന്നത് പൈശാചികമാണ്, ദൈവികമല്ല, ദൈവികമായ കൽപ്പനയല്ല. ഇത് ആമുഖമായി ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഞാൻ ഈ ആയത്തുകൾ വിശദീകരിക്കും. അപ്പൊ ഈ പറയുന്ന ആയത്തുകളിൽ പിന്നെ പറയുന്ന കാര്യം എന്താണ് എന്ന് സംശയമുണ്ടോ? അതല്ലെങ്കിൽ പിന്നെ ഇതെന്താണ്? ഇത് സമ്മതിച്ചപ്പോ ഇത് ഇത്രയും കാര്യങ്ങളിൽ നിന്ന്, ഇങ്ങനെ നിരവധി വചനങ്ങളിൽ നിന്ന് നമുക്ക് ഒരിക്കലും അള്ളാഹു ദൈവികമായ കൽപ്പന ഒരിക്കലും തിന്മയുണ്ടാവുകയില്ല, നികൃഷ്ടമായ കാര്യം ഉണ്ടാവൂല, അക്രമം ഉണ്ടാവൂല. ഇതൊന്നും ദൈവികമല്ല. മാത്രമല്ല അതൊരു സ്വാർത്ഥതയാണ്, ക്രൂരതയാണ്. ഇപ്പൊ പിന്നെ ദുൽഖഅദുൽ ഹജ്ജൊക്കെ വന്ന ഇബ്രാഹിമിന്റെ ത്യാഗമായിരിക്കും അയാള്. ഇബ്രാഹിമിന്റെ ത്യാഗം എന്നിട്ട് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഇബ്രാഹിമിന്റെ ത്യാഗം സ്വാർത്ഥതയുടെയും ക്രൂരതയുടെയും ത്യാഗമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. സ്വാർത്ഥതയുടെയും ക്രൂരതയുടെയും ചരിത്രമാണ് നിങ്ങൾ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. കാരണം തന്റെ മകനെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് സ്വർഗം കിട്ടണം. ഇത് ക്രൂരതയാണ്, സ്വാർത്ഥതയാണ്. എന്റെ കുഞ്ഞിനെ കൊന്നിട്ട്, ഇത് എന്തിനാ കുഞ്ഞിനെ കൊല്ലുന്നത്? ദൈവകൽപ്പന അനുസരിച്ച് തനിക്ക് സ്വർഗം കിട്ടാൻ. അപ്പൊ തന്റെ കുഞ്ഞിനെ കൊന്നിട്ടെങ്കിലും തനിക്ക് സ്വർഗം കിട്ടണമെന്ന ക്രൂരമായ സ്വാർത്ഥതയുടെ ഒരു പര്യായമായിട്ടാണ് മഹാനായ ഇബ്രാഹിമിനെ ഇന്ന് ഇവരുടെ പരിഭാഷകളിലൂടെ പഠിപ്പിക്കുന്നത്. ഇനി ഞാൻ ഈ കാര്യം
വിശദീകരിച്ച് പെട്ടെന്ന് നമ്മൾ സ്ത്രീകൾ എന്ന വിഷയത്തിലേക്ക് പോകാം. കാല അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിം അവരുടെ തന്ത്രങ്ങളും ഒക്കെ പരാജയപ്പെട്ടു. അവിടെ ഇനി പിന്നെ തീയിലൊക്കെ ഉണ്ട്, അവിടത്തൊക്കെ പോയ അന്നത്തെ വിഷയം കുറയാണ് പോകും, അതന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇപ്പൊ പോണില്ല. ഇവിടുന്ന് ഈ വിഷയം പറയുന്ന ആയത്തുകൾ മാത്രം ഞാനൊന്ന് പറയണുള്ളൂ. കാല അദ്ദേഹം പറഞ്ഞു, ഇന്നി ദാഹിബുന്നില റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിലേക്ക് പോവുകയാണ്. രക്ഷിതാവിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ദൈവികതയിലേക്ക് പോവുക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ രക്ഷിതാവിനെ തേടിയിട്ട് എവിടെ ഇപ്പൊ അള്ള ഇരിക്കണം, അള്ളാടെ അടുത്തൊന്ന് പോയി വരട്ടെ, മൂപ്പർക്കൊരു സലാം പറഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞ മൂസാ നബിയും മുഹമ്മദും ഒക്കെ പോയ പോലെ പോകല്ല. ദൈവത്തെ കാണുക, ദൈവത്തെ മനസ്സിലാക്കുക, ദൈവത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ദൈവികതയിലേക്കുള്ള പോക്കാണത്. എന്ന് പറഞ്ഞാൽ അവന്റെ മാർഗനിർദ്ദേശങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കാണത്. അപ്പൊ ഇന്നി റാഹിബുന്നില റബ്ബി എന്ന് പറയുമ്പോ റബ്ബ് എവിടെ? റബ്ബില്ലാത്തൊരു സ്ഥലം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ റബ്ബിന്റെ അടുത്തേക്ക് പോകേണ്ടത്. അപ്പൊ ദൈവത്തിലേക്ക് തിരിയാന്ന് പറയുമ്പോ ദൈവം ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ദൈവത്തിലേക്ക് തിരിയാന്ന് വെക്കേണ്ടത്. ദൈവം എല്ലായിടത്തും ഉണ്ടാവുമ്പോ പിന്നെ ഇപ്പൊ ഞാൻ നിങ്ങളിലേക്ക് അഭിമുഖമായിട്ട് എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? നിങ്ങൾ എന്റെ പിന്നിലില്ലാത്തോണ്ട്. നിങ്ങൾ എനിക്ക് അഭിമുഖമായി ഇരിക്കുന്നത് എന്തുകൊണ്ടാ? ഞാൻ നിങ്ങളുടെ പിന്നിലല്ലാത്തോണ്ട്. അപ്പോ ദൈവത്തെക്കുറിച്ച് സ്ഥലകാല പരിമിതികൾക്ക് അപ്പുറത്തുള്ള, അതിനൊക്കെ അതീതമായ ഒരു ശക്തിയായതുകൊണ്ട് തന്നെ, ഒരു പ്രതിഭാസമായതുകൊണ്ട് തന്നെ ദൈവത്തിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് പോവുക, ദൈവത്തിലേക്ക് ഹിജ്റ പോവുക എന്നൊക്കെ ഖുർആനുണ്ട്. തൂബു ഇലല്ല, ദൈവത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുക. താബ എന്ന് പറഞ്ഞാൽ റജ എന്നാണ് അതിന്റെ അർത്ഥം, മടങ്ങിപ്പോവുക എന്നാണ് അതിന്റെ അർത്ഥം, പക്ഷാതപിക്കുക എന്നല്ല. ഇവരങ്ങനെ പറയും, താബ എന്ന് പറഞ്ഞാൽ തൗബ ചെയ്തു പക്ഷാതപിച്ചു. അങ്ങനെയല്ല, താബ എന്ന് പറഞ്ഞാൽ റജ. അള്ളീം തൗവാബ എന്ന് പറയുന്നത്. അള്ള ആരോടാ പക്ഷാതപിക്കണത്? ഇതാണ് ഒരു വാക്കിന്റെ അർത്ഥത്തെ മാറ്റുമ്പോഴുള്ള തകരാറ്. അതാണ്. നിങ്ങൾ പക്ഷാതപിക്കൂ എന്ന് പറഞ്ഞാൽ അള്ളാഹു തൗവാബ എന്നും പറയണ്ടേ, അള്ളാഹു അങ്ങേയറ്റം പക്ഷാതപിക്കുന്നവനാണെന്ന് പറയണ്ടേ. അപ്പോ ഫആല് രൂപത്തിലാണ്. ഫആല് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ചെയ്യുന്ന ആള് എന്നാണ്. ഫആല് ഒരു ക്രിയയെ ഫആല് രൂപത്തിൽ പറഞ്ഞ ഒരല്പം ഭാഷയും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയട്ടോ. ഫആല് രൂപത്തില് ഒരു ക്രിയ പറഞ്ഞാൽ അധികമായി ചെയ്യുന്ന ആള്, ആ ക്രിയയിൽ ആ പറയുന്ന വെർബ് അധികമായി ചെയ്യുന്ന ആള് എന്നാണ്. അപ്പൊ അള്ളാഹു അങ്ങേയറ്റത്തെ പക്ഷാതപിക്കുന്നെന്ന് പറയേണ്ടി വരും. അതല്ല, താബ എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോവുക. അപ്പൊ താബ അല എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യർക്ക് കരുണയുമായി ചൊരിയുക, കരുണ ചൊരിയുക, അവർക്ക് അവരുടെ മേൽ കരുണയുമായി തിരിച്ചു വരിക. ദൈവത്തിന്റെ കരുണയുമായിട്ടുള്ള തിരിച്ചുവരവ് എന്താന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആശയത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അതിന്റെ കരുണ റിട്ടേൺസ് നമുക്ക് കിട്ടുകയെ. അതാണത്. അല്ലാതെ അള്ളങ്ങനെ കരുണ വേണോന്ന് ചോദിച്ച് നമ്മളെടുത്ത് കൂടി നടക്കുകയല്ല. ദൈവികമായ കൽപ്പനകൾ നമ്മൾ പാലിക്കുമ്പോൾ ദൈവിക വ്യവസ്ഥിതിയിലേക്കോ മാർഗനിർദ്ദേശങ്ങളിലേക്കോ, അതായത് സത്യം, നീതി, ഒരു സത്യം പാലിച്ചാൽ അതിന്റെ അള്ളാഹു തരുന്നതാണ് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അതിന്റെ അർത്ഥം. അത് അള്ളാഹുവിന് അതിന്റെ സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. നന്മ ചെയ്താൽ അതിന്റെ ഫലം കിട്ടാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. തിന്മ ചെയ്താൽ അതിന്റെ ദൂഷ്യം അനുഭവിക്കുക എന്നുള്ളതും ദൈവികതയാണ്. അതാണ് അള്ളാഹു തരികയെന്ന്. അല്ലാതെ നമ്മൾ അള്ളാഹു തരികയെന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് അള്ളാഹു ഇപ്പൊ കരുണ വേണോ എന്ന് പറഞ്ഞ് നമ്മുടെ കരുണ കുറച്ച് കയ്യിലും പിടിച്ചിട്ട് ഇങ്ങനെ വന്ന് കരുണ തരുന്ന ആളല്ല. അപ്പോഴാണ് നമുക്ക് എവിടെ അള്ള എന്താ അള്ളാടെ കരുണ കാണുന്നില്ലല്ലോ എന്നുള്ള ബേജാറുണ്ടാവുക. അതാണ്, അതും ഇല്ലാതിരിക്കാനാണ് ആ കാര്യം പറഞ്ഞത്. അപ്പൊ കാല ഇന്നി റാഹിബുന്നില റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ എന്റെ ദൈവികതയിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. അതാണ്. അത് ഞാൻ പലപ്പോഴും നിങ്ങളോട്, ഈസയെ ദൈവത്തിലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞാൽ എവിടേക്കാ ഉയർത്തുന്നത്? ദൈവികമായ ആശയത്തിലേക്കാണ് അദ്ദേഹത്തെ ഉയർത്തുന്നത്. അദ്ദേഹത്തിന്റെ മഹത്വം സത്യത്തിലേക്ക്, ധർമ്മത്തിലേക്ക്, നീതിയിലേക്ക്, അങ്ങനെ എന്തെന്ത് ദൈവികതകളുണ്ടോ അതിലേക്കാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവരിക. അതാണ് റഫ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുവരികയാണ്. അല്ലാതെ ഇങ്ങനെ പടുത്തുയർത്തുകയല്ല. ഇവര് പറയുന്ന ഇബ്രാഹിമും ഇസ്മായിലും കഅബാലയത്തിന്റെ തൂണുകൾ പടുത്തിങ്ങനെ ഉയർത്തിന്നല്ലേ. തൂണുകൾ പടുത്തുയർത്തുകയല്ല. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ എന്ന് പറഞ്ഞാൽ മിനൽ ബൈത്തിയാണ്. ബൈത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വീടിന് തൂണുണ്ടാക്കുമെന്ന് ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. വീടിന് ആരാ തൂണുണ്ടാക്കിയിട്ടല്ലേ വീട് കെട്ടുക. ഇത് മിനൽ ബൈത്തിയാണ്. ബൈത്തിന്റെയാണ് ഖവാഇദ് ഉണ്ടാക്കുന്നത്.
ദൈവികമായ വ്യവസ്ഥിതിയുടെ അടിത്തറകളാണ് അദ്ദേഹം ഇവിടെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതാണ് വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ. അപ്പൊ ഇബ്രാഹിം ഉയർത്തി, അല്ലെങ്കിൽ ഈസയെ അള്ളാഹു ഉയർത്തി, ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ റഫഅനാഹു ബിഹ, ഈ വചനങ്ങൾ കൊണ്ട് ഞാൻ ഉയർത്തും എന്നൊക്കെ പറയുന്നത് അവരെ പുരോഗതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ്, അല്ലാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്തുന്നതിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ ആകാശത്തേക്ക് ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുപോകുന്നതിനെ കുറിച്ചല്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈസ ആകാശത്താണെല്ല വിശ്വാസം വന്നത്. ഈ പൊക്കൽ എന്താന്ന് മനസ്സിലായില്ല. അപ്പൊ അതിനുള്ള കഥ ഉണ്ടാക്കി ഈസയെ ആകാശത്ത് കൊണ്ടുപോയി. അപ്പൊ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച വന്നു, യർഫഉല്ലാഹുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാനും അമലു സ്വാലിഹാത്തുമുള്ള ആളുകളെയൊക്കെ അള്ളാഹു ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മോമിനിങ്ങളെയൊക്കെ പൊക്കണ്ടേ എന്ന് സംശയം വന്നു. അങ്ങനെ ആയത്തുണ്ട്, യർഫഉല്ലാഹു, അള്ളാഹു ഉയർത്തുന്നു. ആരെ? അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാനും അമലു സ്വാലിഹാത്തുമുള്ള ആളുകളെ അള്ളാഹു മുന്നോട്ട് കൊണ്ടുവരും. ഭൂമിയിൽ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും സമൂഹത്തെ പരിഷ്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സമൂഹത്തെ അള്ളാഹു മുന്നോട്ട് കൊണ്ടുവരും. അത് ദൈവിക വ്യവസ്ഥിതിയല്ലേ? അതിലെന്താ? സ്വാഭാവികമായ കാര്യമാണ്. അവരെന്നെ മുന്നോട്ട് വരുള്ളൂ, അത് സ്വാഭാവികമാണ്. അതാണ് അള്ളാഹു പറയുന്നത്. അതാണ് യർഫഉല്ലാഹുല്ലദീന ആമനു വഅമിൽ. അപ്പൊ ഞാൻ വിഷയം കുറേ പോവുള്ളൂ. അപ്പൊ ഞാൻ പറയും, ഇനി ദാഹിബുൻ ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് ഞാൻ പോകുക എന്ന് പറഞ്ഞാൽ ദൈവികമായ കൽപ്പനയിലേക്കാണ് ഞാൻ പോകുന്നത്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ഒരു വേള അവന്റെ ഗൈഡൻസ്, അവന്റെ മാർഗനിർദ്ദേശങ്ങൾ എനിക്ക് കിട്ടും. എന്നിട്ട് റബ്ബി ഹബിലി, പടച്ചവനെ എനിക്ക് തരണമേ. അള്ളഹാനോട് ചോദിക്കാൻ തന്നെ ഈ റുബൂബിയത്തിനോടെ ചോദിക്കണത്. ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കിട്ടാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ തേട്ടമാണത്. നമ്മുടെയൊക്കെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹം തന്നെയാണ് ഇദ്ദേഹം ഇവിടെ പ്രകടിപ്പിക്കുന്നത്. മിന സ്വാലിഹീൻ, ഈ സമൂഹത്തിന്റെ പരിഷ്കരണ പ്രവർത്തനത്തിന് ഒരാളെ എനിക്ക് കിട്ടിയാൽ കുഴപ്പമില്ല. ഒരു സാലിഹ് ഈ സമൂഹത്തെ ഒന്ന് പരിവർത്തിപ്പിച്ചെടുക്കാൻ, ഒന്ന് പരിഷ്കരിച്ചെടുക്കാൻ എനിക്കൊരു സഹായിയും കൂടി എന്റെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ, കുറച്ച് സഹായികളായ ആളുകളും കൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് ഒരു ആശയപ്രചരണ രംഗത്തുണ്ടാവുന്ന ഒരു മനുഷ്യന്റെ ആഗ്രഹമാണത്. അല്ലാതെ അള്ളഹാനോട് ഉപ്പ് ചോദിക്കുക, അപ്പൊ അള്ളാഹ് ഒരാളെ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞയക്കുക, എന്നാ ഞാൻ എന്നെ അയമേനെ പറഞ്ഞയച്ചു തരാം, പറ്റുമോ എന്ന് ചോദിക്കല്ല. ഇത് മനുഷ്യന്റെ ആഗ്രഹമാണ്. അപ്പൊ ആ ആഗ്രഹം അനുസരിച്ച് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു വ്യക്തി ഇവിടെ വരികയാണ്. അതാണ് ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, വിവേകിയായ ഒരു ഗുലാമിനെ കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. ഇന്ന ആളുണ്ട്, ആ ആള് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കൊള്ളും എന്ന അദ്ദേഹത്തിന്റെ ഒരു മനസ്സിൽ നിന്നുണ്ടാകുന്ന സന്തോഷ വാർത്തയാണ്. അപ്പൊ ഹലീമായ ഒരു ഗുലാം എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ കുട്ടിയല്ല. 18 വയസ്സ് വരെ ഇവല്ല കണ്ടു തന്നെ ഉണ്ട്. 18 വയസ്സ് വരെയുള്ള ആൾക്കാണ് ഗുലാം എന്ന് പറയാം. 3 മുതൽ 18 വരെ വയസ്സ് പ്രായമുള്ള ആൾക്കാണ് ഗുലാം, സബിയ്, തിഫില്, ഇങ്ങനെയാണ് പോണത്. സബിയ്, തിഫില്, ഗുലാം, ഫത, ഷെയ്ഖ്, അങ്ങനെയാണ് പോണത്. വയസ്സിന്റെ കാറ്റഗറി അനുസരിച്ച് പോണത്. അപ്പൊ തിഫില് എങ്ങനെയായാലും ഒരു യങ്ങാണ്, ഒരു ചെറുപ്പക്കാരനാണ്. ഒരു ചെറുപ്പക്കാരനെ ഞാൻ നിനക്ക് ഈ ആശയ പ്രചരണ രംഗത്ത് നിനക്ക് സഹായിയായിട്ട്, പരിഷ്കരണ പ്രവർത്തന രംഗത്ത് ഒരു സഹായിയായിട്ട് ഞാൻ നിനക്ക് തരാം. ഇത് അദ്ദേഹത്തിന് തോന്നിയതാണ്. ഫലമ്മ ബലഹ, അങ്ങനെ അദ്ദേഹം ആ കുട്ടി എത്തിയപ്പോൾ മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ സംശയവുമായി ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിന്റെ കൂടെ ആ ഗുലാം എത്തിയപ്പോൾ സഈ, പരിശ്രമിക്കാൻ. സഅ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക എന്നാണ്, നടക്കുക എന്നല്ല അർത്ഥം. അത് നിങ്ങൾ ഖുർആനിൽ ഏത് ആയത്ത് പരിശോധിച്ച് നോക്കൂ. സഅ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക എന്നാണ്. അത് ഞാൻ പറഞ്ഞില്ല, കോയക്കുട്ടി അധ്വാനിക്കാൻ തന്നെ എഴുതി. അധ്വാനിക്കാനുള്ള പ്രായം ആ കുട്ടിക്ക് എത്തിയപ്പോൾ മലയാള പരിഭാഷയിൽ ഞാൻ കണ്ടതാണ്. അതിനുള്ള പ്രായം അദ്ദേഹത്തിന് എത്തിയപ്പോൾ കാല, അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, മോനെ, ഇന്നീ അറ, എനിക്കൊരു വിഷനുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു വീക്ഷണമുണ്ട് എനിക്ക്. സ്വപ്നത്തിലല്ലോ,
എനിക്കൊരു വ്യൂ, എനിക്കൊരു വീക്ഷണം, എനിക്കൊരു ചിന്ത, എനിക്കൊരു ആഗ്രഹം എനിക്ക് തോന്നുന്നുണ്ട്. എപ്പോ ഫിൽ മനാമി. ഇപ്പൊ ഇതിന് ഒരു മനാമ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ രാത്രി കടന്നുറങ്ങലല്ല, അതിന് പറയില്ല എന്നല്ല. പക്ഷെ ഖുർആനിൽ പറയുന്ന മനാമും റുകൂദും ഇസ്തിഖാലും ഉണരലും ഒക്കെ ആശയരംഗത്തുള്ളതാണ്. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലായാലേ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് സംശയങ്ങൾ തീരും. ഖുർആൻ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ള ഉറക്കം രാത്രി കടന്നുറങ്ങലല്ല. തഹ്സബുഹും ഐക്കാലൻ, സൂറത്ത് കഹ്ഫിൽ പറഞ്ഞു, നിങ്ങൾ അവരെ കണ്ടാ തോന്നും ഐക്കാലൻ, അവർ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവ് ആണെന്ന് തോന്നിപ്പോകും നിങ്ങൾക്ക് അവരെ കണ്ടാൽ. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറയുന്നത്, തഹ്സബുഹും, നിങ്ങൾക്ക് അവരെ കണ്ടാ തോന്നുക ഐക്കാലുൻ, അവര് നല്ല സജീവമാണെന്നാ തോന്നുക. പക്ഷെ വഹും റുകൂലുൻ, അവര് നിർജീവാവസ്ഥയിലാണ്, നിശ്ചലാവസ്ഥയിലാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറഞ്ഞെടുത്ത് പറഞ്ഞതാണത്. അതാണ് റുക്കൂദ്, മർക്കദ് എന്നൊക്കെ പറഞ്ഞ ഉറക്കം, മൗത്ത്, മരണം എന്നൊക്കെ പറയുന്നത് ആത്മീയമായ മരണമാണ്. ആശയരംഗത്തോ ആത്മീയ രംഗത്തോ ഉള്ള ഉറക്കാണ് ഖുർആൻ പറയണത്. കാരണം ആ സമൂഹത്തിന് ഈ വേദവുമായി ചെല്ലാൻ ആ സമൂഹം പാകമായിട്ടില്ല എന്ന തിരിച്ചറിവില്ലെന്ന് ഈ ഒരു പറ്റം യുവാക്കളായ ആളുകൾ പ്രബോധന പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് കുറച്ചു കാലം. ഈ സമൂഹം ഇത് പറയാൻ പാകമായിട്ടില്ല എന്ന ആ തിരിച്ചറിവിൽ നിന്ന് ആ മാറി നിൽക്കലാണത്. അതാണ് ആ മാറി നിൽക്കലാണ് ആ കഥ. ആ കഥ തന്നെ നിരവധി പറയേണ്ടി വരും. അതല്ല, ഈ മർക്കതും മനാമും ഒക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ആ പദം വന്ന 1-2 സ്ഥലങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുക എന്നേ ഉള്ളൂ. അപ്പോ ഇവരെ അസ്ഹാബുൽ കഹ്ഫ് വളരെ ആക്റ്റീവായിട്ട് തോന്നും പുറമേ നിന്ന് നോക്കുമ്പോ. പക്ഷേ അവര് ഇൻആക്റ്റീവിലായിരുന്നു, അവരൊരു റുക്കൂദിലായിരുന്നു. എന്നിട്ടാണ് അവര് ഇതിന് പറ്റിയ സാഹചര്യം ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവര് വറക്കുമായിട്ട്, വേദത്തിന്റെ ഏടുകളുമായിട്ട് ഒരാളെ ടൗണിലേക്ക് അയക്കണത്, പട്ടണത്തിലേക്ക് അയക്കണത്. ഇത് പോയി പറഞ്ഞു നോക്കി നിങ്ങൾ എങ്ങനെയുണ്ട് അവിടുത്തെ പ്രതികരണം എന്നറിയാൻ. ഒരാളെ വിടുന്നുണ്ട്, ഇവര് പറയുന്ന സാമാനമാകാൻ വിട്ടിക്കാണ്, പഴയ നോട്ടുമായിട്ട് ഇങ്ങോട്ട് നോട്ടൊന്നും എടുക്കണില്ല, കാലം കുറെ കഴിഞ്ഞപ്പോഴെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. വറക്ക് എന്ന് പറഞ്ഞാൽ ഈ മെസ്സേജാണ്. ഈ മെസ്സേജ് വറക്ക്, സുഹഫ്, കിതാബ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. സുഹഫ് എന്ന് പറയും, ഏടുകൾ എന്ന് പറയും. വറക്ക് എന്ന് പറഞ്ഞാല് അതും തന്നെ മുദ്ര പേപ്പർ, സ്റ്റാമ്പ് പേപ്പറിനൊക്കെ വറക്ക് എന്ന് പറയാം. സുബർ എന്ന് പറയും, സബൂർ, ഏടുകൾ എന്ന് പറയും. ഇതൊക്കെ ഇതാണ്. ആ വറക്കിൽ ജന്നത്ത് കൊണ്ടാണ് ആദമ് തന്റെ തിന്മകൾ മൂടി വെക്കാൻ തുടങ്ങിയത്. ആ വറക്കുൽ ജന്നത്ത് ഉന്നതമായ ആശയങ്ങൾ പറയുന്ന ദൈവികമായ റെക്കോർഡ്സുകളിൽ നിന്ന്, ആ കൽപ്പനകളിൽ നിന്ന് ഓരോന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം വറക്കിൽ ജന്നത്തി, അവര് തങ്ങൾക്ക് തെറ്റുകൾ ഓരോന്നായിട്ട് അവര് മൂടി വെക്കാൻ തുടങ്ങി. ഇനി തെറ്റുകൾ ചെയ്യൂലാന്ന് തീരുമാനിക്കാൻ തുടങ്ങി. അതാണ്. അല്ലാതെ പിന്നെ തുണി അയച്ചിട്ട പോലെ ആയപ്പോ ഒരു സ്വർഗത്തിലെ ഇല എടുത്തിട്ട് മറക്കാൻ തുടങ്ങി എന്നാ എഴുതിയിട്ട്. എന്തോ ഒരു പഴം തിന്നപ്പോ അവർക്ക് നഗ്നത വെളിവായി. അപ്പൊ അവര് സ്വർഗത്തിൽ അതില് ചിത്രമൊക്കെ കൊടുത്തിട്ട് നെറ്റില് നല്ല രസാണ്. ആദമും ഹവ്വയും ഒരു അലിയും മറിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താണ് വറക്ക് എന്ന് പറഞ്ഞ ഖുർആനിൽ വറക്ക് എന്ന് പറഞ്ഞ ഇതാണ്, ഈ സന്ദേശത്തിനാണത്. ഹദീദും അതന്നെ. ഹദീദ് ഇരുമ്പല്ല, ഇരുമ്പ് പലകയല്ല. അത് ഞാനിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ പറഞ്ഞു. ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പലകയല്ല. ഹദീദ് എന്ന് പറഞ്ഞാലും വളരെ മൂർച്ചയേറിയ ഷാർപ്പായ ദൈവിക തത്വസംഹിതകളാണ്. അതിനാണ് ഹദീദ് എന്ന് പറയാം. അതിനാണ് ഹദീദ് എന്ന് പറയാം. വളരെ ബസറുക്കൽ യൗമ ഹദീദ് എന്ന് പറഞ്ഞല്ലോ. ഇന്ന് നിന്റെ വ്യൂ, നിന്റെ കാഴ്ചപ്പാട് വളരെ ഹദീദാണെന്ന് പറഞ്ഞാൽ ഇരുമ്പാണെന്നല്ല, വളരെ ഷാർപ്പായിരിക്കുന്ന. കശഫിന അങ്ക ഹിതാക്ക, ഈ സത്യം മനസ്സിലാക്കുന്നതിനെ തൊട്ടുള്ള നിന്റെ മൂടികളൊക്കെ ഇന്നേ ദിവസം ഞാൻ തുറക്കും. കാരണം തുറക്കേണ്ടി വരികയായി. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അപ്പം എത്തിപ്പെട്ടുകണ. ഇന്ന് തുറക്കന്നെ ചെയ്യും. തുറന്നാൽ ബസറുക്കൽ യൗമ ഹദീദ്,
അതാണ് അൻസൽനൽ ഹദീദ എന്ന് പറയുന്നത്. അതാണ് ഇരുമ്പിറക്കി എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പായ നിയമസംഹിതകൾ അള്ളാഹു ഇറക്കിയിരിക്കുന്നു എന്നാണ്. സമൂഹത്തെ മാറ്റിയെടുക്കാൻ വളരെ മൂർച്ചയേറിയ, വളരെ ഷാർപ്പായതും സമൂഹത്തെ മാറ്റിയെടുക്കാനും പറ്റുന്ന ശക്തമായ നിയമസംഹിതകൾ ഞാൻ ഇറക്കിയിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞത്. അല്ലാതെ ഇരുമ്പ് ഇങ്ങനെ ഇറക്കിയിരിക്കണമെന്നല്ല. ഈ സുബറുൽ ഹദീദ്, ഈ ഷാർപ്പായ നിയമസംഹിതകൾ അടങ്ങുന്ന സുബറുകൾ, ഏടുകൾ കൊണ്ടുവരാനാണ് ദുൽഖർനൈനി രണ്ട് ഇരുമ്പും രണ്ട് മതിൽക്കെട്ടുകളിൽപ്പെട്ട സമൂഹത്തോട് പറഞ്ഞത്. രണ്ട് മതിൽക്കെട്ടുകളിൽപ്പെട്ട ഒരു സമൂഹം ഉണ്ടല്ലോ. ഇപ്പം നമ്മള് ചൈനയിലെ വൻമതിലിന്റെ ഉള്ളിൽപ്പെട്ട ആൾക്കാരെന്നപ്പോ നമ്മളെ കോമ്പ് പറയുന്നത് പോലെ പറയുന്നത് ദുൽഖർനൈനി ഉണ്ടാക്കിയ രണ്ട് വൻമതിലേതാണ് ചൈനയിലാത്തത്. അതിന് അവസാനം പൊളിച്ചിട്ട് ആൾക്കാർ പുറത്തു വരും. ഈ അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പോലെ കാണാനില്ല ആർക്കും. ആരെ എഴുതൂലും അഴുതൂലെ ആണ്. ഈ ലോകത്ത് എവിടെയും മതിലുണ്ട്, പക്ഷെ ഈ ആൾക്കാരെ മാത്രം കാണാനില്ല. ഇപ്പൊ അവര് പറയുന്നത് ചൈനക്കാരായിരിക്കുന്ന എന്ത് പൊട്ടത്തരം. ശ്രദ്ധ എന്ന് പറഞ്ഞ ഖുർആാനിനെ, അതാ ഞാൻ പറയുന്നത്, ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിച്ചാലേ ഇത് ശരിയാകുള്ളൂ. ശ്രദ്ധ അദ്ദേഹം മഗ്രിബിലേക്കും മശ്രിക്കിലേക്കും പോയി സമൂഹത്തിന്റെ ഉത്ഥാന പതനങ്ങൾ അദ്ദേഹം നോക്കിക്കണ്ടു. അതാണ് പറയുന്നത്. അല്ലാതെ കിഴക്കോ സൂര്യൻ ഉദിക്കുന്ന അവിടുന്ന് സൂര്യൻ അസ്തമിക്കുന്ന അതുവരെ പടയോട്ടം നടത്തുക എന്ന് പറഞ്ഞാൽ എന്ത് ഇന്നത്തെ കാലത്ത് സാധിക്കുമോ? സമൂഹത്തിന്റെ ഉത്ഥാന പതനങ്ങൾ അദ്ദേഹം പോയി കാണുകയാണ്. അങ്ങനെ പോയപ്പോൾ ഒരു സമൂഹത്തെ അദ്ദേഹം കണ്ടു. വിഷയത്തിൽ നിന്ന് പോയി. ഒരു സമൂഹത്തെ അദ്ദേഹം കണ്ടു. എവിടെ? ബൈന ശ്രദ്ധയിനി, രണ്ട് ശ്രദ്ധകൾക്കിടയിൽപ്പെട്ട. അത് ഖുർആൻ പറഞ്ഞല്ലോ, വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ, അവരുടെ മുന്നിൽ ഒരു ശ്രദ്ധുണ്ട്. വമിൻ ഖൽഫിഹിം സദ്ദ, അവരുടെ പിന്നിലും ഒരു ശ്രദ്ധുണ്ട്. ഒരു മതില്, ഒരു വാളുണ്ട്, ഒരു വാൾ, ഒരു ചുമര്. അവർക്ക് സത്യം കാണാൻ കഴിയുന്നില്ല. അവർക്ക് സത്യം കാണാൻ കഴിയുന്നില്ല. ആ നിലക്ക് സത്യം, ദൈവികമായ സത്യം, ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാന, ദൈവത്തിന്റെ വചനങ്ങൾ വ്യക്തമായി ഗ്രഹിക്കാത്ത, അതാണ് ആ മതില്. ലാ യകാദൂന, അവര് ആയിട്ടില്ല, യഫ്ഖഹൂന, ഗ്രഹിക്കാനായിട്ടില്ല, ഖൗല, ദൈവത്തിന്റെ കൗല്, ദൈവികമായ വചനം മനസ്സിലാക്കാൻ കഴിയാതെ രണ്ട് ഉള്ളിൽപ്പെട്ട, അത് സംഘടനാപരമാകാം, അജ്ഞതയാകാം, സാമൂഹികമായ ഏതേത് പ്രശ്നങ്ങളാകാം, എന്തുകൊണ്ടോ ദൈവത്തിന്റെ കൗല് ഗ്രഹിക്കാൻ കഴിയാതെ രണ്ട് ശ്രദ്ധകൾക്കിടയിൽപ്പെട്ട ഒരു ജനതയെ അദ്ദേഹം കണ്ടു. ആ ജനതയാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്, ഞങ്ങളെ ഇതിനൊന്ന് രക്ഷപ്പെടുത്തി തരുമെന്ന്. അപ്പോഴാ മൂപ്പര് പറഞ്ഞ, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ആ സുബറുൽ ഹദീദ്, അത് കൊണ്ടുവരി, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി തരാം. അൻഫുഹു ഫീഹി, ഞാൻ അത് ഇവിടുന്ന് എൻലൈറ്റ്മെന്റ് നടത്തട്ടെയാണ്, ഊതി കത്തിക്കട്ടെ ഇവിടെ ഞാനൊന്ന്. മനുഷ്യ മനസ്സുകളിൽ ഈ ജ്ഞാനത്തെ ഞാനൊന്ന് ഊതി കത്തിക്കട്ടെ, നിങ്ങൾ അതൊന്ന് എനിക്ക് കൊണ്ടുവന്ന് തരി, നിങ്ങളെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ അതൊന്ന് കൊണ്ടുവരിന്ന. ഇവരെന്താ പറയണെന്നോ, ഇരുമ്പിന്റെ പലകൾ കൊണ്ടിരി, ഞാനൊരു മതിൽ കെട്ടിത്തരാം. അല്ലേ തന്നെ ഒലിപ്പോ മതിലിന്റെ ഉള്ളിലാ, ഇനി ഒരു മതിലും കൂടി ഇനി എനിക്ക് എന്തായി പറയണത്. നിങ്ങളെ അല്ലേ തന്നെ ഇപ്പൊ ഒരു മതിലിന്റെ ഉള്ളിലാന്ന് അവര് പറയണത്. അപ്പൊ എത്ര ഖുർആനിന്റെ ഈ ആശയ തലത്തെ അട്ടിമറിച്ചത് നോക്കൂ നിങ്ങൾ. അപ്പൊ ഖുർആൻ പറയുന്നത് മനാമ്, മർക്കത്, റുക്കൂദ് എന്നൊക്കെ പറഞ്ഞാൽ ആത്മീയമായ ആശയപരമായ ഉറക്കാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു മാന്യം, ആശയ പ്രബോധന രംഗത്തൊരു മാന്യം സംഭവിച്ചപ്പോൾ തന്റെ ഈ അധ്വാനിക്കാൻ, ഈ ആശയ രംഗത്ത് അധ്വാനിക്കാൻ പ്രാപ്തനായ ഈ തന്റെ സ്വന്തം പുത്രൻ തന്നെ വെച്ചോളി നിങ്ങൾ, അവിടെ ഇപ്പൊ തർക്കിക്കണ്ട. നമ്മളെ സ്വന്തം പുത്രനൊന്നും അല്ലത്. ഇതിപ്പോ എന്താന്ന് പറഞ്ഞാൽ ഇവരിപ്പോ നമ്മളെ രാഷ്ട്രീയക്കാരെ പോലെ ആക്കിക്കണമ്പില്, രാഷ്ട്രീയക്കാരെ ഇന്റെ കുട്ടിയാളിനും കൂടി ഒരു മന്ത്രിയാക്കി കിട്ടിയാൽ കുഴപ്പമില്ല. അമ്പിയാക്കന്മാരൊന്നും അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. അവര് സമൂഹത്തെ കുറിച്ചാണ് അവരുടെ ചിന്ത. അവനാന്റെ കുട്ടി, ഒരാളുണ്ടല്ലോ, ഒരു മുഖ്യമന്ത്രി പോകുമ്പോ എന്റെ കുട്ടിക്ക് ഇപ്പൊ ഒരു ധനകാര്യെങ്കിലും കിട്ടിയപ്പോ നിങ്ങളപ്പോ നിൽക്കായിരുന്നു എന്ന് അള്ളഹാനോട് ആവശ്യപ്പെടുന്ന പോലെയാണ് അമ്പിയാക്കന്മാരെ ഇവര് ചിത്രീകരിക്കുന്നത്. പ്രവാചകന്മാർ സമൂഹത്തെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അതാണ് ഒമിൻ ദുരീയത്തിന ഉമ്മത്തം മുസ്ലിമത്തല്ലക്ക എന്ന് പറയുന്നത്. ദുരീയത്ത് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമിന്റെ പ്രാർത്ഥന, ഒമിൻ ദുരീയത്തിന ഉമ്മത്തൻ മുസ്ലിമത്തല്ലക്ക. അതാണ് ഈ
തങ്ങളോടുകൂടി ഈ പ്രസ്ഥാനം, ഈ ആശയം ഇവിടെ നിന്നു പോകരുത് എന്ന അവരുടെ ഉത്കണ്ഠയാണത്. അതൊരു സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രവാചകന്മാരെ പോലെയുള്ള ഉന്നതരായ ആളുകളുടെ ബേജാറാണത്. എന്താ നിങ്ങൾ നോക്കൂ. അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ പോലെ താൻ മരിച്ചാൽ ഒരു മന്ത്രി കസേര എന്റെ കുട്ടിക്കും കിട്ടണേന്നല്ല. അതൊരു പ്രവാചകന്മാരെ പോലെയുള്ള, പരിഷ്കർത്താക്കളെ പോലെയുള്ള, മനുഷ്യസ്നേഹികളെ പോലെയുള്ള ഉന്നതന്മാരായ ആളുകളുടെ ചിന്തയാണ്. മനുഷ്യ നന്മക്കുതകുന്ന ഈ ആശയം ഞങ്ങളാൽ ഇവിടെ നശിച്ചു പോകരുത്. അതുകൊണ്ട് ഒമിൻ ദുരിയത്ത്, ദുരിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സ്വന്തം കുട്ടിയല്ല. ഇബ്ലീസും ദുരിയത്തും എന്ന് പറയണ്ടല്ലോ. ഇബ്ലീസും ഇബ്ലീസിന്റെ ദുരിയത്തും. ഏതാ ഇബ്ലീസും ഇബ്ലീസിന്റെ ദുരിയത്തും? ഏതാണ് ആ കുട്ടികള്? ആ പൈശാചിക ചിന്തയുള്ള ആ ഗ്രൂപ്പ് എന്നാണ് അർത്ഥം. അല്ലാതെ ഇബ്ലീസ് പ്രത്യുൽപാദനം എവിടെ ഓർക്ക് കല്യാണം, എവിടെ ഓർക്ക് വീട് കൂടല്, അതൊന്നും ഇപ്പൊ ഇബ്ലീസിനില്ല. ഇവല്ലിയിലുണ്ട്. അതിപ്പോ നിങ്ങളോട് പറയാൻ പറ്റൂല. ഇബ്ലീസിന്റെ പ്രത്യുൽപാദനം എന്നപ്പോ നിങ്ങളോട് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. ഒരു ദുരീയത്ത് എന്ന് പറഞ്ഞാൽ ആ തത്തുല്യമായ ആശയത്തിൽ കഴിയുന്ന ആളുകൾ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ആശയത്തിൽ കഴിയുന്ന ഒരു ജനതയെയും കൂടി ഞങ്ങളിൽ നിന്ന് നീ സമൂഹത്തിന് സുരക്ഷിതത്വവും സമാധാനവും നൽകുന്ന ഒരു ജനതയും കൂടി ഞങ്ങളുടെ പിൻതലമുറകളായിട്ട് ഞങ്ങൾക്ക് വേണമെന്ന ഒരു പിതാവിന്റെ, ഒരു പരിഷ്കർത്താവിന്റെ ആവശ്യമാണത്. അപ്പൊ അള്ള പറഞ്ഞു, ലാ യനാലു അഹദിൽ ളാലിമീൻ, അക്രമികൾക്കിന്റെ കരാറ് കിട്ടൂലട്ടോ. സമൂഹം അത് സ്വാഭാവികമാണ്. എന്താ ഖുർആന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. എല്ലാവർക്കും നല്ല ഞാൻ തരിച്ചു നിന്ന് പോകും ചില കേട്ട. ലാ യനാലു ളാലിമീൻ, അക്രമികൾക്ക് കിട്ടൂലട്ടോ. വളരെ എന്റെ മക്കളിൽ നിന്ന് ഒമൻ കഫറ, സത്യത്തെ നിഷേധിച്ച ആളുകൾക്ക് ഫഉമത്യോഹു ഖലീലൻ, കുറച്ച് ആസ്വദിപ്പിക്കുന്നു. എന്താ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചു ഞാൻ. എന്താ ഫഉമത്യോഹു ഖലീൽ, അല്പം ഞാൻ അവർക്ക് സുഖം കൊടുക്കും. അത് സമൂഹത്തിൽ പരിഷ്കരണവും നന്മയും പ്രവർത്തിക്കുന്ന ആളുകളുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അല്പം കിട്ടുമായിരിക്കുവേ. ഒരു വലിയ മുതലാളി നാട്ടിലുണ്ടെങ്കിൽ അയാളുടെ എന്തെങ്കിലുമൊക്കെ ഒപ്പം നടക്കുന്നവർക്ക് കിട്ടുവേ. യൂറോപ്പ് പുരോഗമിക്കുമ്പോ അതിന്റെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുവേ. മനസ്സിലായ നിങ്ങൾക്ക്? സമൂഹത്തിൽ പരിഷ്കരണ പ്രവർത്തനങ്ങളും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ ധാരാളം കൊടുക്കും. പക്ഷെ ഈ സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് അതിന്റെ എന്തെങ്കിലുമൊക്കെ കിട്ടും, കുറച്ച്. പിന്നെ അവര് ഭയങ്കരമായ ശിക്ഷയിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും. സ്വാഭാവികമാണത്. അപ്പൊ ലോകത്തിന്റെ ഇന്നേ വരെയുള്ള ചരിത്രമാണ് അവിടെ പറയുന്നത്. ലോകത്തിന്റെ ഇന്നേ വരെയുള്ള ചരിത്രമാണ്. ചിന്തിക്കുകയും പഠിക്കുകയും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ജനതകളൊക്കെ മുന്നേറിയിട്ടുണ്ട്. അവർക്കൊക്കെ അള്ള കൊടുത്തിട്ടുണ്ട്. ഈ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത് പിന്തിരിഞ്ഞു പോയ ആളുകൾ, ചിന്തയും പഠനവും അറിവും ഉപയോഗിക്കാൻ രംഗത്തേക്ക് വരാത്ത ആളുകൾ, ഇത് ചെയ്ത ആളുകളുടെ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്ന് പെറുക്കിയെടുത്തിട്ട് ജീവിച്ചിട്ടുണ്ടാവും. അതാണ് ഇപ്പൊ ഉമ്മത്യോഹു ഖലീലൻ. അവർക്ക് ശാശ്വതമല്ല. ശാശ്വതമായി നിൽക്കണമെങ്കിൽ ചിന്ത തന്നെ വേണം, അറിവ് തന്നെ വേണം, അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ തന്നെ വേണം, ആ പ്രവർത്തനവുമായി മുന്നേറുക തന്നെ വേണം. അവരൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ ലോക ചരിത്രമാണ് ആയത്തുകളിലൂടെ വരച്ചു കാട്ടുന്നത്. അതല്ലാത്ത ഒരു ചരിത്രം എവിടെയുള്ളത് നിങ്ങളത് പറഞ്ഞാണ്. അതല്ലാത്ത ഒരു ചരിത്രം. ഇതിന്റെ എച്ചിലുകൾ എന്തെങ്കിലും, അവരുടെ വേസ്റ്റുകളോ അവരുടെ എന്തെങ്കിലും ഇട്ടുകൊടുക്കുന്ന ഈ എച്ചിലുകളല്ലാതെ പ്രവർത്തന രംഗത്ത് നിരതരാകാത്ത, മനുഷ്യന്റെ അറിവും ബുദ്ധിയും ഉപയോഗിക്കാത്ത ഒരു ജനതക്കും ലോകത്തൊന്നും കിട്ടിയിട്ടില്ല. ഖുർആൻ ഇതിനേക്കാൾ കൂടുതൽ എന്താ ഒരു സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി ഇനി എന്താ ഖുർആൻ പറയാനുള്ളത്? സമൂഹത്തെ ഇതിനേക്കാൾ കൂടുതൽ സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ ഉതകുന്ന കാര്യം എന്താ ഖുർആന് പറയാനുള്ളത്? അപ്പൊ അതാണ് പറയുന്നത്, ഈ പ്രവാചകന് ഒരു ആശയരംഗത്തുള്ള ഒരു ഇൻആക്റ്റീവ്, ഒരു മയക്കം, ഒരു മാന്യം അദ്ദേഹത്തിന് സംഭവിച്ചപ്പോൾ അദ്ദേഹം ഈ ആശയരംഗത്ത് ഒരു സഹായിയെ കിട്ടാനുള്ള അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. അത് അദ്ദേഹത്തിന്റെ അറാന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നു. ഇതേ ആയത്തിൽ തന്നെ ഇവര്
കാണുന്നു, ചിന്തിക്കുന്നു, അറിയുന്നു എന്ന് ഇതേ ആയത്തിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാത്രം ഒരു കിനാവ് കാണലാക്കി. ഖുർആനിൽ അങ്ങനത്തെ കിനാവ് കാണലൊന്നുമില്ല. അത് നിങ്ങളിന്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് 3 സ്വപ്നങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യൂസഫിന്റെ സ്വപ്നവും മുഹമ്മദിന്റെ സ്വപ്നവും ഇബ്രാഹിമിന്റെ സ്വപ്നവും. സ്വപ്നം എന്ന് പറഞ്ഞാൽ പുതപ്പിന്റെ അടിയിൽ കിടന്ന് കാണുന്ന സ്വപ്നമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ, രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും പുരോഗതിയെക്കുറിച്ച് അവരുടെ ദീർഘവീക്ഷണമാണ് സ്വപ്നം. ദീർഘവീക്ഷണമാണ്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ സ്വപ്നം ഉണ്ടാവും മക്കളെ കുറിച്ച്. എനിക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അത് നമ്മളുടെ വികാസം അനുസരിച്ച് സ്വപ്നത്തിന്റെ വ്യാപ്തി കൂടുന്നു മാത്രം. നമ്മളൊക്കെ നിസ്സാരന്മാരാണ്. പ്രവാചകന്മാരും മഹാന്മാരായതുകൊണ്ട് അവരുടെ സ്വപ്നം ഒന്നും കൂടി വൈഡായിരിക്കുന്നു മാത്രം. അല്ലാതെ പാതിരാക്ക് കാണുന്ന കിനാവൊന്നും ഇവിടെ ചർച്ചയേ ഇല്ല. ഈ ഗ്രന്ഥത്തിൽ ചർച്ചയല്ല. പുറത്തിനടിയിൽ കടന്ന് കാണുന്ന സ്വപ്നമൊന്നും ഈ ഖുർആനിന്റെ ചർച്ചയേ അല്ല. സ്വപ്നം എന്ന് പറയില്ല. ഇപ്പൊ ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ മുൻ രാഷ്ട്രപതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ കോളേജിലൊക്കെ യുവാക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയും, നിങ്ങൾ സ്വപ്നം കാണണം യുവാക്കളെ, വിദ്യാർത്ഥികളെ എന്ന് പറയും. അതിനർത്ഥങ്ങളൊക്കെ ഒന്ന് പോയി കടന്നുറങ്ങുമ്പോ കിനാവ് കാണണം എന്നല്ല. ഭാവിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ച്, അതാണ് അവരുടെ സ്വപ്നം. യൂസഫിന്റെ സ്വപ്നം അതാണ്, മുഹമ്മദിന്റെ സ്വപ്നം അതാണ്, ഇബ്രാഹിമിന്റെ റുഇയത്ത് അതാണ്. വീക്ഷണം, കാഴ്ചപ്പാട് അല്ലാത്ത ഒരു സ്വപ്നം എവിടെ? ഇവരുടെ വഹി വരുന്ന 3 രൂപത്തിൽ. ഒന്ന് സ്വപ്ന, ഹദീസുകൾ പറയുന്നത്. ഒന്ന് നിന്ന് ബെല്ലടിക്കുക, 2 ആട്ടുകുട്ടിനെ ഇങ്ങനെ അയച്ചിട്ടാലേ ഉണ്ടാവില്ല, കുടമണിങ്കിലും അങ്ങനെ തരം ജിബിലിയില്. എന്താ പറയണേ, എനിക്ക് ഇങ്ങനെ മുഹമ്മദ് അതങ്ങനെ അതിന്റെ അക്ഷരങ്ങൾ വേർതിരിക്കാൻ വേണ്ടി വളരെ ശൈത്യമുള്ളത് സമയത്ത് പോലെ വിയർത്ത് കുളിക്കാറുണ്ടായിരുന്നു, അക്ഷരങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോട്ടെ. അപ്പൊ ഖുർആനിൽ അങ്ങനത്തെ വഹിയൊന്നും ഇല്ല കേട്ടോ. ഖുർആനിൽ സ്വപ്നം വഹിയില്ല. ഖുർആനിലെ സ്വപ്നം എന്ന് പറയുന്നത് ഇത്. അത് ആ 3 ഇപ്പൊ ഞാൻ വിശദീകരിക്കണില്ല. ആ കാര്യം മാത്രം പറയണത്. ഒന്ന്, യൂസഫിനെ ആ രാജ്യത്തെ പരിവർത്തിപ്പിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. ആ രാജ്യത്തെ അധികാരികളും ആ രാജ്യത്തെ സ്റ്റാറുകളും അവിടുത്തെ സമൂഹത്തിലെ ആളുകളുമൊക്കെ അദ്ദേഹത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ, അതാണ് സുജൂദ്, അദ്ദേഹത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക്, അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിക നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ കൊണ്ടുവരണമെന്നുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം. അതാണ് യൂസഫിന്റെ സ്വപ്നം. ഞാൻ ഇത് ആ ക്ലാസ് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാം. ഇവര് പറയുന്ന സ്വപ്നമാണെങ്കിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും യൂസഫിന് എവിടെ സുജൂദ് ചെയ്തിരിക്കണത്? എവിടെ സുജൂദ് ചെയ്തിരിക്കണത്? ആ സൂര്യനും ഷംസും ഖമറും നുജൂമും ഒക്കെ അവിടുത്തെ സമൂഹങ്ങളാണ്. സമ്പൂർണമായ അധികാരമുള്ളത് ഷംസ്. അവരെ അസിസ്റ്റന്റ് ചെയ്ത് നിൽക്കുന്ന ഭരണകൂടങ്ങളും സമൂഹങ്ങളും ഖമർ. ആ സമൂഹത്തിലെ സ്റ്റാറുകൾ, നുജൂമുകൾ, ഇവരൊക്കെ ഈ യൂസഫ് അവതരിപ്പിക്കുന്ന ഈ തത്വസംഹിതയുടെ കീഴിൽ അതിന് ഒബേ ചെയ്യുന്നവരായിട്ട്, അതിന് അനുസരിച്ച് വരുന്നവരായിട്ട് കാണുക എന്നുള്ളത് ഈ അക്രമവും അനീതിയുടെയും പൂഴ്ത്തിവെപ്പിന്റെയും ഈ വ്യവസ്ഥിതി മാറ്റി നീതിയുടെയും ധർമ്മത്തിന്റെയും ദൈവിക വ്യവസ്ഥയ്ക്ക് കീഴിൽ ഈ ജനങ്ങളെ ഒന്ന് കൊണ്ടുവരണം, ഈ ഭരണ സംവിധാനങ്ങളെ ഒന്ന് കൊണ്ടുവരണം എന്നുള്ളത് ആ യൂസഫിന്റെ സ്വപ്നമായിരുന്നു. അതാണ് മൂപ്പര് കണ്ട സ്വപ്നം. ഇനി അത് വിശദമായിട്ട് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ആ വിഷയമായിട്ട് തന്നെ പറയാം. ഇപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. മുഹമ്മദിന്റെ സ്വപ്നം ബലു പറയണ്ടല്ലോ, മുടി വെട്ടി മൊട്ടയടിച്ചത് എല്ലാവരും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കണം എന്ന് പറയുന്ന ഒരു സ്വപ്നം. ലതദ്ഖുലുന്നൽ മസ്ജിദുൽ ഹറാമ ആമിനീന മുഹല്ലിക്കീന റഊസക്കും വമുഖസ്സിരീന. മൊട്ടയടിച്ച്, മുഹല്ലിക്കീന റഊസക്കും എന്ന് പറഞ്ഞാൽ മൊട്ടയടിച്ച് നിങ്ങളെല്ലാവരും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കണമെന്ന് മുഹമ്മദ് നബിക്ക് ഒരു സ്വപ്നം ഉണ്ടായി. ആ സ്വപ്നം അല്ലാഹു ശരിവെച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കൽ പറഞ്ഞ ഒരു ബാർബർക്കും കൂടി ഈ സ്വപ്നം ഉണ്ടാവില്ല. നാട്ടുകാരൊക്കെ മുടി വെട്ടിയെങ്കിൽ എന്നുള്ളൊരു ബാർബർക്കും കൂടി ഇല്ലാത്ത സ്വപ്നമാണല്ലോ റബ്ബേത്. അത് എന്താ പറയുന്നത്? ലഖദ് സദഖല്ലാഹു റുയ എന്ന് പറഞ്ഞ ആ പ്രവാചകന് ഒരു ചിന്തയുണ്ടായിരുന്നു, ഒരു വീക്ഷണമുണ്ടായിരുന്നു. അത് ഇവിടെ ശരിയാകാൻ പോവുകയാണ്, സത്യമായി പുലരാൻ പോവുകയാണ്.
എന്താണത്? ലതദ്ഖുലുന്ന, നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. അൽ മസ്ജിദുൽ ഹറാമ, ദൈവത്തിന്റെ വിധിവിലക്കുകളിൽ. അൽ മസ്ജിദുൽ ഹറാമ, ദൈവത്തിന്റെ വിധിവിലക്കുകളിൽ, ദൈവത്തിന്റെ നിരോധനങ്ങളിൽ, ഡോൺസുകളിൽ, പാടില്ലായ്മകളിൽ, ആ സമൂഹത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ ആ വിലക്കുകളുടെ ആ കൽപ്പനയിൽ ആ സമൂഹം പ്രവേശിക്കുക തന്നെ ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. ആമിനീന, നിർഭയമായി, ആരെയും പേടിക്കാതെ, മുഹല്ലിക്കീന റൂസക്കും, സമൂഹത്തിലെ നേതൃത്വത്തിന്റെ കൂടെ. ഇതുവരെ നേതാക്കന്മാരൊക്കെ അവിടെയും പടി ഒളിഞ്ഞു കുത്തിരിക്കുകയായിരുന്നു. ആരും രംഗത്തില്ല, പേടിയാണ്. ഇവരൊന്നും ആരെയും പേടിക്കാതെ, റൂസ് എന്ന് പറഞ്ഞാൽ അതാണ്, ഹെഡാണ്. റേസ് എന്ന് പറഞ്ഞാൽ ഈ തലയല്ല, സമൂഹത്തിലെ ഹെഡാണ് അവര്. സമൂഹത്തിലെ നേതൃത്വത്തിന്റെ കൂടെ അവരെ ഹൽക്ക എന്ന് പറഞ്ഞാൽ വലയം ചെയ്യാന്നാണ്. ദിക്ർ ഹൽക്ക എന്നൊക്കെ ഈ ഉസ്താദന്മാരെന്നെ പറയലുണ്ട് നമ്മള് പള്ളി ദർസില്. ദിക്ർ ഹൽക്ക, ദിക്ർ ഹൽക്ക എന്ന് പറഞ്ഞാൽ വട്ടത്തിലിരുന്ന് ദിക്ർ ചെല്ലുക എന്നതിന്റെ അർത്ഥം. ഹലക്ക യഹ്ലുക്കു, ഹൽക്ക എന്ന് പറഞ്ഞാൽ വൃത്തത്തിലാകുക, റൗണ്ട് ആകാനാണ്. അപ്പൊ നേതൃത്വത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ദൈവികമായ വിധിവിലക്കുകളിൽ ഈ ആശയത്തിൽ പ്രവേശിച്ച് ഈ ജനങ്ങളൊക്കെ നിർഭയമായും സുരക്ഷിതരായും പ്രവേശിച്ച് കാണണമെന്നുള്ളത് ആ പ്രവാചകന്റെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം അദ്ദേഹത്തിന് അള്ളാഹു സാക്ഷാത്കരിച്ചു കൊടുത്തു. അപ്പോൾ റുഇയത്ത് എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ വീക്ഷണമാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ അതന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ സൂചന. അപ്പൊ ഇതേ ആയത്തിൽ തന്നെ അള്ളാഹു റഅ എന്ന് പറഞ്ഞാല് ഫൻദുർ മാദാ തറാന്ന് ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം മകനോട്. ഫൻദുർ, നീ ഒന്ന് ചിന്തിക്ക്. മാദാ തറ, ചിന്തിക്ക്, നീ ഒന്ന് വിലയിരുത്ത്. എന്താ നിന്റെ അഭിപ്രായം? നീ എന്ത് കാണുന്നു ആ കാര്യത്തെക്കുറിച്ച്? നിന്റെ അഭിപ്രായം എന്താണ്? നിന്റെ റൂയത്ത്, നിന്റെ വിഷനും നിന്റെ വീക്ഷണവും ആ കാര്യത്തെക്കുറിച്ച് എന്താണ്? അപ്പൊ ഒരേ ആയത്തില് ഒന്നാമത്തില് അറാന്ന് പറഞ്ഞ കിനാവ് കാണലും, അതേ ആയത്തിലെ പിന്നത്തെ റാക്ക് വിരഞ്ഞെഴുതിയേക്കണം നിന്റെ വീക്ഷണം എന്താണ്, എന്താണ് നിന്റെ വീക്ഷണം, ഒരേ ആയത്തില്. അപ്പൊ അതാണ്. അപ്പൊ ഈ മകനെ അറുക്കാൻ ഇതിങ്ങനെ ദുൽഹജ്ജൊക്കെ ആകുമ്പോഴതിന് നമ്മള് പള്ളിക്കെന്നൊക്കെ കേട്ടിട്ട് ഈ താത്താരെയൊക്കെ കരയിപ്പിച്ചിട്ട് എന്താ അറുക്കാൻ ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ കടത്തലും, മോനെ എന്റെ മുഖത്തേക്ക് നോക്കരുത്, വാപ്പ നിങ്ങളിന്റെ മുഖത്തേക്ക് നോക്കരുത്, അപ്പൊ നിങ്ങൾക്ക് അറക്കാൻ തോന്നിയില്ലെങ്കിലോ, കുപ്പായിടരുത് വാപ്പ നിങ്ങൾ, കാരണം രക്തം തീർച്ച അമ്മ ചെന്നാ ചോദിക്കും ഈ ചോര എങ്ങനെയായിന്ന്. ഇങ്ങനെ പെണ്ണുങ്ങളെ പറഞ്ഞു ഇങ്ങനെ പിരി കയറ്റി നരകവും സ്വർഗവും അതിന്റെ ഇടയിൽ കൂടി കുത്തിത്തിരികി കയറ്റി പ്രതീക്ഷയറ്റ നിരാശരായ ഒരു ജനതയെ വാർത്തെടുക്കാൻ അല്ലാതെ ഈ വയലുകൊണ്ട് ഒരു ഉപകാരമില്ല. പ്രവാചകന്മാർ ബഷീറും നദീറുകളും ആയിരുന്നു. ജീവിതത്തെക്കുറിച്ച് അവർക്ക് പ്രത്യാശ നൽകിയിരുന്നു. അതാണ് പ്രവാചകന്മാർ. ഇത് ഭീഷണിയാ. മര്യാദ ആ മോന്റെ ആകെ താടിയൊക്കെ പാടങ്ങനെ ബേജാറാക്കിയിട്ട് പറ്റുന്നെങ്ങനെ ആകെ വെക്കാണാക്കാറ്. ഞാൻ പറയുന്നത് സതുപദേശമല്ല, വെക്കാണാന്നാ പറയല്. പള്ളിക്ക് തന്നെ വെക്കാണിരിക്കാറ്. മര്യാദക്ക് ഇങ്ങനെ നിസ്കരിച്ചോളി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അള്ള കാത്തിരിക്കുന്നുണ്ട്. അള്ള റഹ്മാനും റഹീമാനും പറയും ചെയ്യും, അപ്പൊ പറയും ക്രൂരനാണ്. ഈ രണ്ട് വൈരുദ്ധ്യം കൂടി എനിക്ക് ശരിയാണില്ല. ഇടക്കിടക്ക് പറയും അള്ളാഹു പരമകാരുണികനും കരുണാനിധിയും കരുണാമയനും അതും ഇതും ഒക്കെയാണ് എന്ന് പറയും. അപ്പൊ തന്നെ പറയും അള്ളാഹു കഠിനമായി ശിക്ഷിക്കും, ക്രൂരമായി ശിക്ഷിക്കും. എന്താണ്? മടമ്പും കാലമോ വെള്ളമായിട്ടില്ലെങ്കിൽ കാലാകാലം എന്നിട്ട് പരമകാരുണികനാണെന്ന്. എനിക്ക് ഇത് മനസ്സിലായില്ല. വയലില്ല ആക്കാതു, മടമ്പും കാലുമ്പോ വെള്ളമാകാത്തവന് വയലെന്ന നരകം. വയലെന്ന നരകം നിങ്ങൾക്ക് അറിയാലോ, നരകത്തിലെ ഏറ്റവും അടിയിലെ തട്ട. അപ്പോ ഇത് പരമകാരുണികനല്ലല്ലോ എന്ന് ഇത് പരമക്രൂരനാണല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. എങ്ങനെ ഇപ്പൊ ഇത് രണ്ടും കൂടി യോജിക്കാം? ഒരു മൂത്രം വയ്ക്കുമ്പോ അവസാനത്തെ ഒരു തുള്ളിയച്ച വറ്റിയിട്ടില്ലെങ്കിൽ അവസാനം എന്നിട്ട് നമ്മള് അതിന് നരകം, പൂച്ചനെ കെട്ടിട്ടോ നരകം. പരമകാരുണികനാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഒഴിവാക്കി പോയാലെന്ന് ചിലപ്പോ അറിയാം. ഇതൊന്നും നേരാക്കിയാൽ നേരാവില്ല കേട്ടോന്ന് പറയും. ഈ ഖുർആൻ ഇതൊക്കെ പാടെ നേരാക്കിയാൽ നേരാകണമെങ്കിൽ നല്ല പണിയാണ്. ഈ കൗം ഇങ്ങനെ ചത്തുപോയിക്കോട്ടെ എന്നാണ്.
നിങ്ങൾ ഇന്നെ ഒന്ന് ഇടങ്ങാറാക്കാതിരിക്കുന്നത്. കാരണം ഇത് എവിടെ തൊട്ടാലും മർമ്മാണ്. ഒരു വായത്തുമ തൊട്ടാ മർമ്മാണ്. ഒരു വചനം പോലും നല്ല രൂപത്തിൽ വിശദീകരിച്ചിട്ട് ഈ സമൂഹത്തിന് ഒരു പ്രത്യാശ നൽകുന്ന രൂപത്തിൽ. അതാണ് പ്രവാചകന്മാര് ബഷീറായിരുന്നു, നദീറായിരുന്നു എന്ന് പറയും. അവര് വെക്കാനേൽക്കൂല. ഇതും പള്ളിക്കൺ ചെന്നാ വെക്കാണം തുടങ്ങി. മൂത്രമൊഴിക്കണോടത്ത്, പിന്നെ കീഴ്വായു വീടിനോടത്ത്, ഒന്നുണ്ടാക്കണോടത്ത്, ചൊറിയിനോടത്ത്, മാന്തിനോടത്ത്, ബെഡ്റൂമില് ഒരു സ്വൈരമല്ല. ഒരു ബാത്റൂമിൽ ഇരിക്കണോടത്ത് അവിടൊക്കെ മര്യാദക്കങ്ങള് ഇങ്ങനെ. അത് ഞാൻ ഇത് വെക്കാതല്ലോ റബ്ബേ. ബഷീർ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യാശ നൽകുന്നതായിരിക്കണം. നിരാശയാണ് നമുക്ക് ഇപ്പൊ പള്ളിയിൽ നിന്ന് വരുമ്പോ നിരാശ. എനിക്ക് പോയോ നിറക ഉറപ്പോ കാര്യം നോക്കാൻ ഒരു പ്രത്യാശ കിട്ടൂലല്ലോ അല്ലേ പോരുമ്പോ. എനിക്ക് നരകം വയറ് കേട്ട് പോരുമ്പോ ഉറപ്പന്ന് നരകം തന്നെ. അതാണ് ഒരു നേരം ദൈവികമായ വിധിവിലക്കുകൾ ലംഘിച്ചാലുണ്ടാകുന്ന മുന്നറിയിപ്പുകൾ. ഇതാണ് പ്രവാചകന്മാർ. അതാണ് വളരെ നല്ലത്. ഇതിലൊക്കെ നല്ല ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഈ മുത്തുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊക്കിങ്ങാണ്ട് നടന്നിരുന്നു ആ അമ്പിയാക്കന്മാരേക്ക്. അത്ര നല്ല ഇതാ ചെയ്തിരുന്നത്. ഒരാളെയും വെക്കാനേൽക്കണില്ല, ഒരാളോടും ചീത്ത പറയണില്ല, ഒരാളെ അനാവശ്യം പറയണില്ല. ജീവിതത്തിൽ ദൈവിക വിധിവിലക്കുകൾ പാലിച്ചാലുണ്ടാകുന്ന ജീവിത വിജയത്തെക്കുറിച്ച് പ്രത്യാശ കൊടുക്കുകയാണ്. മക്കളെങ്കിൽ ചിന്തിക്കുകയും പഠിക്കുകയും അധ്വാനിക്കുകയും ജീവിതത്തിൽ നന്മ ചെയ്യും, നിങ്ങൾക്ക് ഇന്നവൊക്കെ കിട്ടാനുണ്ട് എന്നുള്ള പ്രത്യാശ കൊടുക്കുകയാണ്. ദൈവത്തിന്റെ വിധിവിലക്കുകൾ ദയവ് ചെയ്ത് ലംഘിക്കരുത്, അതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പും. എന്താ സുഖം റോഡ് കൂടി പോകുമ്പോ നല്ല നിലക്കുന്ന പോണം കുട്ടികളെ എന്ന് പറഞ്ഞ് എന്താണ്? റോഡ് മുറിച്ചു കിടക്കുമ്പോ വാഹനം നോക്കണം. എന്താ പ്രത്യാശ? ഇത്ര നല്ല പ്രത്യാശ നൽകുന്ന ക്ലാസുകൾ കുറെ പ്രവാചകന്മാർക്കല്ലാതെ ആർക്കാ നൽകാൻ കഴിയാന്ന് ഞാൻ കേട്ടു. ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകന് എനിക്കും കൂടി ചിലപ്പോ പറയാൻ കഴിയില്ല. ചിലപ്പോ ദേഷ്യം വന്നിട്ട് പറയും നിങ്ങളൊക്കെ തോൽക്കണമെന്ന് പറയും. അതൊന്നും ശരിക്കും പറയാൻ പാടില്ല. അപ്പൊ ഈ പ്രവാചകന്മാര് നിങ്ങള് ചിലപ്പോ എത്ര പറഞ്ഞാലും കുട്ടികൾ പഠിക്കൂല. നിങ്ങള് പിന്നെ മണൽ വരാൻ തന്നെ പോയിക്കോളിന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടികളെ കുറെ കഴിഞ്ഞാൽ മണൽ വരാനും കിട്ടൂല വഴി. കുട്ടികൾ പറയും ഞങ്ങൾ മണൽ കോരി ജീവിച്ചോളാന്ന് പറയും. നമ്മളെ പൂർവികർ നമ്മൾ പറഞ്ഞു വെള്ളം കോരി ജീവിച്ചോളാം ഞങ്ങളെന്ന് പറഞ്ഞു. മോട്ടർ വന്നോടുകൂടി ആ പ്രതീക്ഷ പോയി. നമ്മളെ പൂർവികരോട് അന്ന് പഠിക്കാൻ പറഞ്ഞു. വിദ്യാഭ്യാസത്തിന് പോവുകയല്ല, പഠിക്കാൻ പറഞ്ഞപ്പോ അന്ന് നമ്മളെ പൂർവികര് ഞങ്ങൾ വെള്ളം കോരി ജീവിച്ചോളാം. മോട്ടർ വന്നോടുകൂടി വെള്ളം കോരൽ മാറ്റി. പിന്നെ പറഞ്ഞു ഞങ്ങൾ വിറക് വെട്ടി ജീവിച്ചോളാം. ഗ്യാസ് വന്നോടുകൂടി ആ പ്രതീക്ഷയും പോയി. ദുബായിലും മറ്റ് അബുദാബിയിലൊക്കെ ആളുകൾ പോയപ്പോ വിദ്യാഭ്യാസിക്കാതെ ഒരു രക്ഷയില്ല. പാട്ട് പെറുക്കിയിട്ടോ വെള്ളം കോരിയിട്ടോ ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി. ഇപ്പൊ ഖിയാമത്ത് നാളിലെത്തിയ ആൾക്കാരെ അപ്പൊ ബോധ്യപ്പെട്ടു. കണ്ടറിഞ്ഞ അള്ളാഹു കണ്ടറിയാൻ പറഞ്ഞു. കണ്ടറിയാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ആൾക്കാർ കൊണ്ടറിഞ്ഞു. ഇതന്നെയാണ് സംഗതി. ഇത് വളരെ ദയം. നമ്മൾ കുട്ടികളോട് പറയില്ല ഇതാണ് മക്കളെ പിന്നെ സ്കൂളിൽ പോകുമ്പോ റോഡിന്റെ സൈഡിൽ കൂടി പോകണം. പോയാൽ സ്കൂളിലെത്തും തിരിച്ചു വരെ സുഖമായിട്ട് ജീവിക്കുക. അത് അവർക്കുള്ള പ്രത്യാശയെ കൊടുക്കുന്നത്. വാഹനങ്ങൾ നോക്കുമ്പോ ശ്രദ്ധിച്ചു പോകണം. അത് അതിനെ ലംഘിച്ചാൽ അതിന്റെ പ്രത്യാഘാത കുട്ടി അനുഭവിക്കേണ്ടി വരും. നമ്മുടെ സഹോദരനാണെങ്കിൽ അത് എന്താണ് വളരെ നല്ല ഉപദേശം. അതാണ് പ്രവാചകന്മാരൊക്കെ ബഷീറും നദീറും ആയിരുന്നു. ഞാൻ അങ്ങനെ ആലോചിച്ചു എന്താ ഈ വാക്ക്, ഇതിലേക്കും നല്ല വാക്കിനി എന്താ അവിടെ ഫിറ്റ് ചെയ്യാനുള്ളത്? വേറൊരു വാക്കില്ല. അതാണ് ഖുർആനിന്റെ പ്രത്യേകത. അപ്പൊ ഇനി പറയാം മാതാ തറ എന്താണ് കാണുന്നത്? കാലയാപത്തി ഫൽമാതുമർ, പിതാവേ താങ്കളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്യുക. അതാ ഞാൻ പറഞ്ഞ പ്രസംഗത്തിന്റെ തുടക്കം പറഞ്ഞു. ഇത് അള്ളാന്റെ അമ്രാണ്, അള്ളാഹുവിന്റെ അമ്ര. താങ്കളോട് എന്ത് കൽപ്പിക്കപ്പെട്ടുവോ അതുമായി താങ്കൾ മുന്നോട്ട് പോവുക. ഞാൻ താങ്കളുടെ കൂടെ ക്ഷമാലുവായിട്ട് പേഷ്യന്റായിട്ട്. ക്ഷമ വേണം. ഇപ്പോൾ പണിയെടുത്ത കിട്ടണം കൂലിയും. അത് നടക്കൂല. അതാണ് ഇങ്ങനെ ഞാൻ എന്തപ്പോ സബർ ഇങ്ങനെയല്ല വല്ലാതെ പറയണത്. ഇന്നല്ലാഹമായ സാബിരിയും ഇടക്കിടക്ക് ഫിറ്റ് ചെയ്യണത് ഭയങ്കര തത്വസംഹിതനത്. നിങ്ങൾക്ക് വിചാരിക്കും പോലെയല്ല അത്. ഇപ്പൊ ഞാനൊരു ചക്കക്കുരുണ് കുഴിച്ചിട്ട ഉടനെ കിട്ടണം ഫലം എന്ന് പറഞ്ഞാൽ നടക്കൂല മക്കളെ. എന്നാണ് അതിന്റെ അർത്ഥം.
ഒരു 3-4 കൊല്ലെങ്കിലും ഏറ്റവും വികസിപ്പിച്ചെടുത്ത ബെഡ് തൈ തന്നെ 3 കൊല്ലെങ്കിലും കാത്തു കിടന്ന പേഷ്യന്റ് ആകണം. അത്തരം പ്രവർത്തനങ്ങൾക്ക് ഫലം ശരിയായ രൂപത്തിൽ കിട്ടുള്ളൂ എന്നാണത്. അതാണ് പേഷ്യന്റ് ആകണം, ക്ഷമാലുവാകണം. ഇതല്ലാതെ ഇനി എന്താ പറയാനുള്ളത്? ഞാൻ ഇടയ്ക്ക് ഈ പെണ്ണുങ്ങൾക്കും കൂടി മനസ്സിലാകാൻ വേണ്ടി ഇടയ്ക്ക് പറയലുണ്ട്, പത്തിരി 500 ഡിഗ്രി ചൂടാ ചട്ടിയാണ് ആക്കിയിട്ട് വെച്ചിട്ട് ഒരു സെക്കൻഡും കൂടി വേണ്ടാണ് വേവിച്ചെടുക്കാം. പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റൂല. അതിന്റെ ഒരു പേഷ്യന്റ് ആകലുണ്ട്. അതിനൊരു ക്ഷമ വേണം. അതൊരു പ്രത്യേകതയിൽ ചൂടാക്കി അത് മറിച്ചിട്ട് അതിന്റെ ശരിയായ പാകം കൊടുത്താലേ അത് തിന്നാൻ പറ്റുള്ളൂ. ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ജീവിതത്തിലെ ഏതേത് പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഈ സബറൊന്ന് നോക്കുക. അതിനു വേണ്ടി കാത്തിരിക്കണം. ഞാൻ അങ്ങയുടെ ഈ പ്രവർത്തനവുമായി മുന്നേറുമ്പോൾ ക്ഷമാലുവായി ഇപ്പൊ കിട്ടും. ഇത് ഒരു സാധാരണക്കാരനും പറയാൻ പറ്റണം. അതുമല്ലേ, ഇനിയിപ്പോ സ്വന്തം മകനാണെങ്കിൽ തന്നെ അല്ലെങ്കിലും ഞാനോ ഇതിൽ എന്റെ കുട്ടിയെങ്കിലും ഇതിൽ വേണ്ട മോനെ, കാക്കാ തൊട്ടി വേറെ വല്ല പണി നോക്കിക്കൊന്നാ പറയാ. ഇതാണ് ഇത്. ഒരു പിതാവ് ഇങ്ങനെ ഇത് ഒരു നിന്നെ അതുബഹൊക്കെ പറഞ്ഞു അറുക്കല്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ജീവിതാണ് ബലി കൊടുക്കുന്നത്, ജീവനല്ല. ഈ ജീവൻ, ഈ ആശയത്തിനു വേണ്ടി മകനെ നിന്റെ ജീവിതം ബലി കൊടുക്കാൻ തയ്യാറുണ്ടോ നീ എന്നാ ചോദിക്കണേ. അങ്ങേയറ്റത്തെ ഹാർഡ് വർക്ക് എടുത്ത് ത്യാഗം ചെയ്യാൻ നീ തയ്യാറുണ്ടോന്നാ. അതാണ് ത്യാഗാണത്. ഒരു ആശയത്തിന് വേണ്ടി ത്യാഗം ചെയ്യാനാണ്. അല്ലാതെ ഞാനൊന്ന് അറുക്കട്ടെ എന്നല്ല. ഒന്ന് കറന്നു തരും. കുട്ടിയാണെങ്കിൽ ഒരു പൈതലിനെ കൊല്ലാൻ പറ്റുമോ? ഇനി പക്വതെത്തിയ ആൾക്ക് അയാളെ സ്വതന്ത്രമായി വിടുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. കുട്ടിയാണെങ്കിൽ പൈതലിനെ കൊല്ലാൻ പറ്റൂല. അവന്റെ തീരുമാനം പറയാനായിട്ടില്ല. ഇനി പക്വത എത്തിയ ആളാണെങ്കിൽ അവന്റെ ഫ്രീഡത്തിന് വിടണം. അതിനെ കുറിച്ച് അർക്കുക. അപ്പൊ ഈ അധ്വാനിക്കാനുള്ള, ഈ ആത്മത്യാഗം ചെയ്യാനുള്ള, പരിശ്രമിക്കാനുള്ള, ജീവത്യാഗം ചെയ്യാനുള്ള, ജീവിതം തന്നെ ഈ ആശയത്തിന് വേണ്ടി സമർപ്പിക്കാൻ പിതാവ് മകനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ താങ്കളുടെ കൂടെ ക്ഷമിച്ച് സഹിച്ച് പ്രവർത്തനങ്ങൾക്ക് ഫലം കിട്ടുവോളം താങ്കളുടെ കൂടെ ഞാൻ നിൽക്കുന്നത് താങ്കൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ഫലമ്മ അസലമ്മ രണ്ടുപേരുടെയും വിഷൻ, ആഗ്രഹത്തിനും കാഴ്ചപ്പാടിനും അനുസരിച്ച് അവർ അനുസരിച്ചു കഴിഞ്ഞപ്പോൾ തല്ലഹു, ആ മകനെ അദ്ദേഹം പരിശീലിപ്പിച്ചെടുത്തു. ഇവര് തള്ളിട്ടു എന്താ പോത്തോ? തല്ലാന്ന് ഞാൻ വായിച്ചു നോക്കി. തള്ളിയിട്ടുന്ന്. മലർത്തി കടത്തിന്ന് ചിലവര് എഴുതിക്കണു, ചിലവര് താഴെ ഇട്ടുന്ന. എന്താ താഴത്തേക്ക് അതെന്താ ഓട്ടിയോ? എന്താ തല്ലഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിന് വേണ്ട അറിവും അതിന് വേണ്ട പരിശീലനവും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തിന്, ആ മകനെ അദ്ദേഹം പരിശീലിപ്പിച്ചെടുത്തു. ലിൽ ജബീൻ, ജബാൻ എന്ന് പറഞ്ഞാൽ സഹറ എന്നാണ്, മരുഭൂമി എന്നാണ് അർത്ഥം. ജബുന എന്ന് പറഞ്ഞാൽ ജമുദ എന്നാണ്, ജാമിതായി, നിർജീവമായി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ആശയരംഗത്ത് നിർജീവമായ ഒരു പ്രദേശത്ത് ഈ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ മകനെ പരിശീലിപ്പിച്ച് സജ്ജമാക്കി കഴിഞ്ഞു എന്നാണ്. അല്ലാതെ അറുക്കാൻ വേണ്ടി തള്ളിയിട്ടു. ലിൽ ജബി എന്ന് പറഞ്ഞാൽ നെറ്റിക്ക് വേണ്ടിയിട്ട് എന്നല്ല. ഇവരങ്ങനെ എഴുതി വെച്ചിരിക്കണം, ലിൽ ജബി നെറ്റിക്ക് വേണ്ടി താഴെ ഇട്ടു. എന്താ നെറ്റിക്ക് വേണ്ടി? ലീ എന്ന് പറഞ്ഞാ വേണ്ടി എന്നാണ്. നെറ്റിക്ക് വേണ്ടിയിട്ട് എന്താ തള്ളിയിടുന്നത്? ജബി എന്ന് പറഞ്ഞാൽ ഇവരെ എഴുതിക്കണം നെറ്റിന്നാ. നെറ്റിക്ക് വേണ്ടി കുട്ടിയെ തള്ളിയിട്ടു. ലീ എന്ന് പറഞ്ഞാൽ അതല്ല, ഒരു ലിൽ ജബീൻ, ഒരു സഹറാ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതിന് നിങ്ങൾ വലിയ ഡിക്ഷണറി മറിച്ചു നോക്കൊന്നും വേണ്ട. ജബാൻ എന്ന് അറബിയിൽ ഫോണ്ട് ഉണ്ടെങ്കിൽ ഡിസ്മില്ല, വല്ല സൈറ്റിൽ നിങ്ങൾ പോകുമ്പോ അറബി ഫോണ്ട് നിങ്ങളെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ജബാൻ അടിച്ചപ്പോ സഹറ എന്ന് വരും. മരുഭൂമി, ഒരു മരുഭൂമി എന്ന് പറഞ്ഞാൽ ഊഷര ഭൂമി. ഈ ആശയം കിട്ടാതെ ഊഷരമായി കിടക്കുന്ന ഒരു ഭൂമിക്ക് വേണ്ടി ആ മകനെ അദ്ദേഹം തയ്യാർ ചെയ്തെടുത്തു, പരിശീലിപ്പിച്ചെടുത്തു.
അല്ലാതെ അറുക്കാൻ തള്ളിയിട്ടു എന്നല്ല. നീ തള്ളിയിടണോർ തള്ളിയിട്ടോളി, അവൻ എന്റെ കുട്ടിനെ ഇപ്പൊ ഏതായാലും അറുക്കാൻ തയ്യാറല്ല. ആ കിതാബാണെങ്കിൽ ഈ പേജ് ഞാൻ അറിയാതെ മറിക്കും, ആ പേജ് എനിക്ക് വേണ്ട. 4 പെണ്ണ് കെട്ടുന്ന കേസാണെങ്കിൽ ആ ആയത്ത് എനിക്ക് വേണ്ട, ആ പേജ് മറിച്ചു. ആളെ കൊല്ലുന്ന പേജാണെങ്കിൽ ആ പേജ് മറിച്ചു. അങ്ങനെ നോക്കുമ്പോ ഇതിൽ വല്ലാതെ പേജൊന്നും എനിക്ക് വായിക്കാനുണ്ടാവൂല. അതാ ഞാൻ പറയുന്നത്. ആളെ കൊല്ലുന്ന കിതാബാണെങ്കിൽ ആ പേജ് ഞാൻ വേഗം മറിക്കും, അതിനിപ്പോ ഒഴിവില്ല. മകനെ ഇറക്കാനാണെങ്കിൽ എന്റെ കൂട്ടില് അത് ഏത് വല്യമ്പരാനായാലും വേണ്ടില്ല, സംഗതി അവിടെ കിടക്കട്ടെ എന്ന്. അല്ലെങ്കിൽ ആരാ ഇറക്കണോന്ന് പല്ലാരം പറയാനല്ലാതെ 10 പൈസ കൊടുക്കൂല അങ്ങട്ടല്ലേ അറക്കല്. ഇതിപ്പോ എന്താന്ന് പറഞ്ഞാൽ മൂരിനെ അറുത്തിട്ട് 5-6 ആൾക്കാര് ഓരി വെച്ചിട്ട് 1 മാസം ഫ്രിഡ്ജിലും വെച്ച് ഇരുന്ന് തിന്ന നല്ല പണിയാണ്. എന്നിട്ട് സ്വർഗം വിൽക്ക ഇരുന്ന് തിന്നണീന് സ്വർഗം. ഭയങ്കര ത്യാഗല്ലേ, പൊരിച്ചിട്ടും കരിച്ചിട്ടും. അങ്ങനത്തെ ദീനാണെങ്കിൽ നമുക്കിപ്പൊ തൽക്കാലം മാറ്റി വെക്കാം. ഇവരെ വേണേ അമുസ്ലിമിനൊന്നും കൊടുക്കാൻ പറ്റൂല. അത് പണ്ടേറ്റൊരു കവിത ഉണ്ടായിരുന്നു, നമ്മളെ മാസികയിൽ അടിച്ചു വന്നിരുന്നൊരു കവിത. ആ കവിത എനിക്കിപ്പോഴും രസ. പൂച്ചക്ക് തിന്ന, നായിന് തിന്ന, പിന്നെ ഉറുമ്പിന് തിന്ന, എല്ലാവർക്കും തിന്ന, മനുഷ്യപുത്രന് മാത്രം അത് പാടില്ല ഈ ഇറച്ചിയുടെ കഷ്ണം. നായും പട്ടിയും കുറെ കൊണ്ടുപോകും, കുഴപ്പമില്ല. പൂച്ച കുറെ കൊണ്ടുപോകും, കുഴപ്പമില്ല. കുറെ ചെതലും മറ്റതും ഒക്കെ തിന്നുപോകും, കുഴപ്പമില്ല. പക്ഷെ മനുഷ്യന് മാത്രം അതിനൊരു കഷ്ണം കൊടുത്തുകൂടാ. മനുഷ്യന് മാത്രം അതിനൊരു കഷ്ണം കൊടുക്കാൻ പാടില്ല എന്നാ പോരാ പത്തുവ. അപ്പൊ ഏതായാലും ഇപ്പൊ ഇവര് പോത്തിനെ അറക്കുക, അല്ലെങ്കിൽ ഇപ്പൊ പോത്തിനെ അല്ലത്തര ആടാത്തര വേണ്ടത്. ഇപ്പൊ ലേറ്റസ്റ്റ് പത്തുവ വന്നിട്ടുണ്ട്, ആടാണ്. കാരണം അള്ള ഇറക്കി കൊടുത്തത് ആടിനെയാണ്, പോത്തിനെയാണ് ഇവർക്ക് എവിടുന്നാ കിട്ടിയത് എന്ന്. ഇപ്പൊ ഈ വർഷത്തെ കണ്ടുപിടുത്തം അങ്ങനെയാണ്, എല്ലായിടത്തും ആടാ. അപ്പൊ ഞാൻ അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോ ഫത്വ വന്ന് കിട്ടും. ഫത്വ ചില സംഘടനകളുടെ ഉള്ളിൽ കൂടി ഫത്വ വന്നിട്ടുണ്ട്, അള്ള ആടിനെ ഇറക്കി കൊടുത്തിട്ട് ആരെങ്ങളോട് പോത്തിനെ ഇറക്കാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, ഇതുവരെ അർത്തിനൊക്കെ കഴിഞ്ഞ് എന്താ കാട്ടുക? കോടാനുകോടി അറുത്ത് തള്ളിയല്ലോ, അതിന് ഇനി എന്താ പരിഹാരം? ഫുഡിനാണെങ്കിൽ എങ്ങനെ നടക്കണു സഹോദരങ്ങളെ? ഒരു ദിവസം കോടാനുകോടിയെ ഒന്നിച്ചാണ് അറക്കുക? ഭക്ഷണാവശ്യത്തിനാണെങ്കിൽ അല്ലല്ലോ. അല്ലെങ്കിലും ദൈവപ്രീതിക്ക് വേണ്ടി മൂരികളെ ഒന്നിച്ചറക്കുക, പോത്തുകളെ ഒന്നിച്ചറക്കുക. എന്തിനാ? അള്ളാന്റെ കൂലിയിട്ടാണ്. ഈ കാണുന്ന വൃക്ഷലതാദികളെ ഒന്നിച്ചാണ് മുറിച്ചിടുക. എന്തിനാണ്? അള്ളാന്റെ കൂലിക്ക്. ഒരു ദിവസം ഒരാൾ തെങ്ങ് മുറിച്ചാണ്, എല്ലാ തെങ്ങുമാണ് മുറിക്കുക. എന്താണ്? അള്ളാന്റെ കൂലിയിട്ടാണ്. അവയുടെ ഫലം ഉപയോഗിക്കല്ലേ വേണ്ടത്, അവയെ ഒന്നിച്ച് നശിപ്പിക്കുക ചെയ്യുക. തെറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞില്ല, യൂറോപ്യർക്ക് തെറ്റില്ല. ഓലിപ്പോ ഇങ്ങനെ നല്ല വളമൊക്കെ കൊടുത്ത് ഓസ്ട്രേലിയയിലും ഡെൻമാർക്കിലും ബ്രസീലിലും ഒക്കെ വളർത്തുന്നുണ്ട്. കൊല്ലം കോടികൾ അങ്ങനെ അടിച്ചിട്ട് കൊണ്ടുപോകാം. അതിന് ഇവിടുന്ന് 5 സെന്റ് സ്ഥലം കൂടിയും വിറ്റിപ്പിച്ച് പാവങ്ങളൊക്കെ ഈ പിരികയറ്റി കൊണ്ടുപോയി തന്നെ ഇപ്പൊ കിട്ടും സ്വർഗം എന്ന് പറഞ്ഞിട്ട്. ഇല്ല, 5 സെന്റ് സ്ഥലം കൂടിയും വിൽപ്പിക്കാണ് ഈ സാധുക്കളെ. സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടേ അതിന് കിട്ടുന്ന 5 or 10 ഈ ഉസ്താദിന് കിട്ടണത്. അതിനേക്കാൾ നല്ല ലൈഫ് കിട്ടും. ഇവർക്ക് മാർഗദർശനം പറഞ്ഞു കൊടുത്താൽ ഇതിനേക്കാൾ സുഖമായി ജീവിക്കാൻ കിട്ടും. അത് ഈ സമൂഹത്തിന്, ഈ ഉസ്താദന്മാർക്ക് അറിയാഞ്ഞിട്ടാണ്. ഈ 5, 5000, 10000 എത്രയൊക്കെ കമ്മീഷൻ കിട്ടണത് ഒരാളെ കൊടുത്ത. അതിന് ഈ ലക്ഷങ്ങൾ മുഴുവൻ, കോടികൾ മുഴുവൻ യൂറോപ്പും അമേരിക്കയും ബ്രസീലും ഡെൻമാർക്കിലും യൂറോപ്യൻ വിമാന കമ്പനിക്കാർക്കും ഒക്കെ ഇത് അടിച്ചെടുത്ത് കൊണ്ടുപോകാനുള്ള വിദ്യയാണ് ഇത് മുഴുവൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ തെരഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ തന്നെ ആ പഠിച്ചോൻ എനിക്ക് ആവശ്യമില്ലാന്നാണ്. എന്റെ അത്രയും കൂടി കഴിവില്ലാത്ത ആളാ മൂപ്പരെ തെരഞ്ഞു പോകണമെങ്കിൽ എനിക്ക് ആ പഠിച്ചോനെ ഇപ്പൊ തൽക്കാലം വേണ്ട. കാരണം എന്റെ അത്രയും കൂടി കഴിവില്ലേ? അതൊക്കെ ഈ പൂർവ്വ വിഗ്രഹാരാധനകളുടെ ഫലമായിട്ട് വന്നതാണ്. അത് ഇനി അവസാനിപ്പിക്കാണ് ഇനി ഈ വിഷയം. ഫലമ്മ അസ്ലമാവത്തല്ലഹുലിൽ ജബീൻ വനാദൈനാഹു. നാം വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അള്ള ഇങ്ങനെ ഇറങ്ങി വിളിക്കലല്ല.
ഇത് സ്ഥിരമായി ഒരുപാട് ക്ലാസ് കേട്ടവർക്ക് അറിയാം അള്ളാന്റെ വിളി എന്താണെന്നൊക്കെ. അള്ളാഹ് ഇറങ്ങി വന്ന് വിളിച്ചിട്ട് മുഹമ്മദേ, അബൂബക്കറെ, ഇബ്രാഹിമേ എന്ന് വിളിക്കല്ല. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ വിളിയാളമാണ്. ആ വിളിയാളമാണ് എന്ത്? താൻ തന്റെ സ്വപ്നം ശരിവെച്ചിരിക്കുന്നു, തന്റെ വീക്ഷണം. മകനെ ഈ അതാണ് ഈ സെഹ്റാ, അതാണ് വൈറദി എന്ന് പറഞ്ഞല്ലോ. റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ വൈറദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം എന്ന് പറഞ്ഞല്ലോ. റബ്ബി ഇന്നി അസ്കൻതു, പഠിച്ചവനെ ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു, ബിവാദിൻ ഒരു പ്രദേശത്ത്, വൈറദി സറഇൻ കൃഷിയില്ലാത്ത, ദൈവത്തിന്റെ കൃഷിയാണത്. അല്ലാതെ വളരെയധികം വിജനമായ സ്ഥലത്ത്. അതിന് സാറ് എന്താണ് അടിമപ്പെണ്ണേ തോന്നുന്നത്, അമ്മ ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തിട്ടാണ് ചിലർ പറയുന്നത്. ആ കഥ 10,000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വിജനമായ ഒരു മരുഭൂമിയിൽ ജനവാസമെല്ലാം മൃഗങ്ങളൊക്കെ കടന്ന് വിഹരിക്കുന്ന ഒരു പ്രദേശത്ത് ഈ പിഞ്ചു പൈതലിനെയും ഒരു തള്ളനെയും കൊണ്ട് ഇട്ടു എന്ന് പറഞ്ഞാൽ എന്താ ഇബ്രാഹിമിനെ കുറിച്ച് നമുക്ക് എന്താ തോന്നണം? അതല്ല, ആ വൈറദി സറ എന്ന് പറഞ്ഞാൽ ഈ ആശയം അതാണ്. വാദിൽ മുഖദ്ദസും ഉണ്ട്, വാദിന് വൈറദി സറവും ഉണ്ട്. വാദി മുഖദ്ദസ് എന്ന് പറഞ്ഞ ദൈവികമായ സന്ദേശം കിട്ടിയ പ്രദേശം, അതാണ് മുഖദ്ദസ്, പരിശുദ്ധമാക്കപ്പെട്ടത്. കൃഷിയില്ലാത്ത വാദി എന്ന് പറയുന്ന ഈ ആശയം മുഖദ്ദസ് അല്ല, ആശയം കിട്ടിയിട്ടില്ല. ഈ ആശയം കിട്ടാത്ത ഒരു പ്രദേശത്ത് ആശയം കൊടുക്കുന്നതിന് വേണ്ടി എന്റെ സന്തതികളിൽ നിന്നും ഒരു കുട്ടിയല്ല. എവിടുന്ന ഒരു കുട്ടീന്ന് കിട്ടി? ഒരു കുട്ടീന്ന് എവിടുന്ന കിട്ടി? ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവന്നാൽ മതി. നിങ്ങൾ ഇന്ന് വേണ്ട, എന്നെങ്കിലും കൊടുന്നാൽ മതി. ഒരു കുട്ടിയാണ്, ഇസ്മായിലിനാണ്. റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുരിയത്തിന, എന്റെ സന്തതികളിൽ നിന്ന് ഞാനിത് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. ബിവാദിൻ വൈറദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. എന്നിട്ട് പറയുന്ന വജഅൽ അഫീദത്തൻ നാസ തഹ്വി ഇലൈഹിന്ന, മനുഷ്യ മനസ്സുകൾ അവരിലേക്ക് ചായണമെന്ന. ആരാ ഈ അവര്? ഒരു കുട്ടിയാ? അങ്ങനെയാണെങ്കിൽ തഹ്വി ഇലൈഹി എന്നല്ലേ പറയാ? ഇലൈഹി എന്നാ പറയാ, അവരിലേക്ക് എന്നാ പറയാ. ഈ പ്രബോധന പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ ഈ ആശയത്തിന്റെ മേന്മ കണ്ട്, ഈ ആശയത്തിന്റെ സമ്പുഷ്ടത കണ്ട്, ഈ ആശയത്തിന്റെ ബെനിഫിറ്റ് കണ്ട്, ഇതുകൊണ്ടുള്ള മെച്ചങ്ങളും ഗുണങ്ങളും കണ്ട് മനുഷ്യ മനസ്സുകൾ അവരിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്യണമേ എന്ന പിതാവിന്റെ ആഗ്രഹം. ഇതാണത്. എവിടെ ഒരു കുട്ടി? ഇവിടെ വെറുതെ കഥ മെനയാണ് ഇവര് ഒക്കെ. ബൈബിളിയൻ കഥ, കട്ടെടുത്ത കഥകളാണിത്. അല്ലാതെ ഖുർആനല്ല ഇതൊന്നും. പക്ഷെ സമൂഹത്തോട് എങ്ങനെ പറയുന്ന എനിക്കറിയില്ല. പൂർവ്വ വേദക്കാർ പ്രചരിപ്പിച്ച കഥകളാണ്. കർമ്മം കൊണ്ടല്ലാതെ ഏത് ജനസമൂഹത്തിനാ രക്ഷപ്പെടാൻ പറ്റുക എന്നാണ്. അതാണ് റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ വൈറദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. വിശുദ്ധമായ പവിത്രമായ വിലക്കുകളുടെ നിന്റെ വ്യവസ്ഥിതിക്കരികിൽ, ആ വ്യവസ്ഥിതി അനുസരിച്ച് ജീവിക്കാൻ. അതാണ് ബൈത്ത്, അതാണ് അൽ ബൈത്ത്. ആ വ്യവസ്ഥിതിയുടെ തൂണുകളാണ്, അടിത്തറകളാണ് ഇബ്രാഹിമും ഇസ്മായിലും പടുത്തുയർത്തിയത്. ആ ദിശയിലേക്കാണ് ആളുകളെ തിരിച്ചുവിട്ടത്. പക്ഷേ വിവരമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. കാലാകാലങ്ങളിൽ ഈ ജനസമൂഹങ്ങളെ അവർ വഴിതെറ്റുമ്പോൾ എന്തിനാണ് വഴി അവിടേക്ക് തിരിച്ചുവിടുന്നത്? അതുകൊണ്ടാണ് വിവരമില്ലാത്ത ആളുകൾ ചോദിച്ചു, എന്താണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യം മാറ്റിമറിക്കാനുള്ള കാരണം എന്താണ് എന്നവർ ചോദിക്കുന്നു. വിവരമില്ലാത്തവരെ അത് ചോദിക്കുള്ളൂ. അതാ ഖുർആൻ പറയുന്നത്. സുഫഹാകളെ അത് ചോദിക്കുള്ളൂ. കാരണം അറിവുള്ളവർക്ക് ലോകത്തിന്റെ മാറ്റങ്ങളും ഉദ്ധാന പതന, അതാണ് മശരിക്ക് മഗ്രിബ്, ഉദ്ധാന പതനങ്ങളെ കുറിച്ച് അറിവുള്ള ജനങ്ങൾക്ക്, ലോകത്ത് അറിവുള്ള ലോകഘടനയെക്കുറിച്ചും ലോകത്തിന്റെ പരിവർത്തനങ്ങളെ കുറിച്ചും അറിവുള്ള ജനങ്ങൾക്ക് അതറിയാം. അവര് ചോദിക്കാൻ നിൽക്കൂല. മൂപ്പരെ തിരിച്ചത് ശരിയായ ഡയറക്ഷനിൽ തന്നെയാണ്, ശരിയായ ദിശയിലേക്ക് തന്നെയാണ്. ഞങ്ങൾക്ക് ദിശാബോധം നൽകിയിരിക്കുന്നത് ശരിയായതിലേക്ക് തന്നെയാണെന്ന് അറിവുള്ളവർക്കറിയാം. പക്ഷെ വിഡ്ഢികൾ അവിടെയും ചോദ്യം ചോദിക്കും. സയഖൂലു സുഫഹാഉ മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹ. അപ്പൊ അവിടേക്ക് ഒരു കുട്ടിയല്ല എന്നാ ഞാൻ പറഞ്ഞത്. മിൻ ദുജിയത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആശയം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ആളുകളെ ഈ ആശയ പ്രചരണത്തിന്, ഈ ആശയം കിട്ടാത്ത ഒരു പ്രദേശത്ത് കൊണ്ടുപോയി ഈ ആശയത്തിന് വേണ്ടി അവരെ തയ്യാറാക്കി അവിടെ നിർത്തിയ കഥയാണ് അവിടെ പറയുന്നത്. ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിനെ പറയണുള്ളൂ. ഇനി നിങ്ങൾ
ബാക്കി അറുക്കണ്ടവരെ അറുത്തോളം ഞമ്മക്ക് പേതാലും ഒഴിവില്ല. പോത്തിനെ, മൂരിനെ, ആടിനെ എന്തിനറുത്താലും ഇവിടെ കുഴപ്പമില്ല. എന്നിട്ട് അതിനറുത്ത് കുടുംബങ്ങളൊക്കെ പാടെ ഓരി വെച്ച് വട്ടളഞ്ഞ് ഇരുന്ന് തിന്നാല് സ്വർഗം കിട്ടുന്ന ഒരു വിശ്വസിച്ചോട്ടെ നമുക്ക്. നമ്മളെ ഒരു മാസികയിലെപ്പോഴും മുമ്പ് എഴുതിയിരുന്നു, അങ്ങനെ സ്വർഗം കിട്ടുകയാണെങ്കിൽ പോത്തിനാ കിട്ടുകയാണ്. കാരണം ജീവൻ കൊടുക്കുന്നത് അതാണ്.